നമസ്കാരം. കണ്ണൂരിലെ KSU പ്രതിഷേധത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് ആക്രമിക്കപ്പെട്ടു എന്നത് വെറും അഭിനയം മാത്രമാണെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇന്ന് പറഞ്ഞത്. റെയിൽവേ പോലീസ് നടത്തിയ അന്വേഷണത്തിലും അക്രമം നടന്നു എന്നതിന് തെളിവുകൾ കണ്ടെത്താനായിട്ടില്ല. വനിതാ മന്ത്രിക്ക് നേരെ ഉണ്ടായത് വധശ്രമമാണെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് CPIM. KSU ആക്രമണത്തിന് തെളിവ് നൽകുന്നവർക്ക് ഇനാം പ്രഖ്യാപിച്ചുകൊണ്ട് പരിഹാസം വിതറുകയാണ് യൂത്ത് കോൺഗ്രസ്. കണ്ടത് അതിക്രമമോ അതോ വീണയുടെ അഭിനയം? എൻകൗണ്ടർ പരിശോധിക്കുന്നു. പ്രേക്ഷകർക്ക് സ്വാഗതം. CPIM-ലെ ശ്രീ V. വസീഫ്, കോൺഗ്രസിൽ നിന്ന് ശ്രീ റിജിൽ മാക്കുറ്റി, സാമൂഹിക നിരീക്ഷകൻ ശ്രീ MN കാരശ്ശേരി, ഇവരാണ് ഇന്ന് എൻകൗണ്ടറിൽ അതിഥികൾ. ശ്രീ വസീഫ്, നമ്മൾ ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് കേട്ടത് MB ജയരാജൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചതാണ്. അദ്ദേഹം പറയുന്നു, മന്ത്രിക്ക് നേരെ ഒരു ഫിസിക്കൽ അസോൾട്ട് ഉണ്ടായി. ആ ക്രിമിനൽ സംഘത്തിൽ ഒരാൾ മന്ത്രിയെ ആക്രമിക്കാൻ ശ്രമിച്ചു. അയാളെ പിന്നീട് പിടിച്ചു മാറ്റി, അതുകൊണ്ട് മന്ത്രി രക്ഷപ്പെട്ടു. മന്ത്രിക്ക് നേരെ ഉണ്ടായത് വധശ്രമമാണ് എന്നാണ്. അപ്പോൾ ഇതുപോലെയുള്ള സംഭവങ്ങളിൽ ഈ രാഷ്ട്രീയ പ്രവർത്തകരോ അല്ലെങ്കിൽ പൊതുജനമോ ഒന്നുമല്ല ഇതിൽ തീർപ്പ് കൽപ്പിക്കേണ്ടത്. അത് അന്വേഷണത്തിലൂടെ കണ്ടെത്തേണ്ട കാര്യമാണ്. ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ അങ്ങനെയാണ്. നമ്മുടെ ഒരു കുറ്റകൃത്യമാണ് നടന്നിട്ടുണ്ടെങ്കിൽ അത് തെളിയേണ്ടത് അങ്ങനെയാണ്. ഇപ്പോൾ റെയിൽവേ പോലീസ് പരിശോധിച്ചു. റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായത് ഈ സംഭവങ്ങൾ നടക്കുമ്പോഴുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചിൽ നിന്ന് മന്ത്രിക്ക് നേരെ ഒരു അതിക്രമം ഉണ്ടായിട്ടുണ്ട് എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നെ ഒരു ഫിസിക്കൽ അസോൾട്ട് നടന്നുവെന്നും അതിലാണ് മന്ത്രിക്ക് പരിക്കേറ്റതെന്നും അത് ഈ ഗുണ്ടാ സംഘങ്ങളിൽ ഒരു ക്രിമിനൽ ഉണ്ടായിരുന്നു, അയാളെ പിടിച്ചു മാറ്റിയത് കൊണ്ടാണ് ഈ വധശ്രമത്തിൽ നിന്ന് ഒഴിവായതെന്നുമൊക്കെ CPM നേതാക്കൾ പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? അല്ല, ഇന്നലെ ഇപ്പോൾ വീണ ജോർജിൻ്റെ സുഹൃത്തുക്കളായിരുന്നോ ഈ റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്ക് പുറപ്പെട്ട് വന്ദേ ഭാരതിൽ കയറാൻ വേണ്ടി പോയ മന്ത്രിയെ, ആ മന്ത്രിയുടെ സുഹൃത്തുക്കളായിരുന്നോ വന്ന് സ്നേഹപ്രകടനം കാണിച്ചത്? കോഴിക്കോട് ഇവരുടെ സതീശൻ്റെ ജാഥയിൽ അവർ തള്ളിയിട്ട് നിലത്ത് വീണ സാക്ഷാൽ മുല്ലപ്പള്ളി രാമചന്ദ്രന് സ്നേഹത്തള്ളിൻ്റെ ഇരയാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ, അല്ലാതെ അദ്ദേഹം മറ്റൊരു തള്ളിൽ വീണതല്ല. ആദ്യം വീണിട്ടില്ല എന്ന് പറഞ്ഞു, പിന്നെ പറഞ്ഞു സ്നേഹത്തള്ളാണ് എന്ന്. അതിന് ക്യാമറ ദൃശ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, എല്ലാവരും കണ്ടതല്ലേ. അവിടെ MP ഷാഫി പറമ്പിൽ കാണിച്ചത് എല്ലാം TV യിൽ നമ്മൾ കണ്ടതല്ലേ. എന്നാൽ ഇവിടെ നടന്നത് എന്താ? ഞങ്ങളുടെ ഏതെങ്കിലും DYFIക്കാരാണോ ആ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓടിയെടുത്തത്? അങ്ങനെ ഒരു പ്രൈവറ്റ് അല്ലെങ്കിൽ ഒരു യാത്രക്ക് പുറപ്പെടുന്ന മന്ത്രിക്ക് ഒരു പൊതു പരിപാടിയൊന്നും അല്ലല്ലോ. യാത്രക്ക് പോവുക, റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്ന് പോകുന്ന വഴിയിൽ ഒരു വനിതാ മന്ത്രിയെ ചരിത്രത്തിലില്ലാത്ത തരത്തിൽ അവരുടെ നേരേക്ക് പാഞ്ഞെടുക്കുന്ന ദൃശ്യം, നിങ്ങൾ കാണിക്കുന്ന ദൃശ്യങ്ങളിൽ തന്നെ വളരെ അടുത്ത് അവരുണ്ടല്ലോ, ഇല്ലേ? വീണ ജോർജ് എവിടേക്കാണ് പോകുന്നത്? ട്രെയിനിലേക്കാ, ഈ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. തിരിച്ച് ഒളിഞ്ഞും പാത്തും നോക്കിയിരുന്ന് KSUക്കാർ വരുന്ന കാഴ്ച നിങ്ങൾ കണ്ടിട്ടില്ലേ? വലിയ ആൾക്കൂട്ടത്തിൻ്റെ ഒരു സമരമാണോ? അല്ലല്ലോ. ഒളിഞ്ഞിരുന്ന് പാത്തും പതുങ്ങിയും സതീശൻ പറഞ്ഞത് 3 പേര് എന്നാ, KSUക്കാർ പറയുന്നത് 5 പേര് എന്നാ. ഏതായാലും 10-ലധികം പേരൊന്നും KSUവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും സമരത്തിനൊന്നും ഇപ്പോൾ കാണാറില്ല. ഗറില്ല മോഡൽ സമരമല്ലേ നടത്തിയത്? അങ്ങനെ ഒരു സമരം നടത്തുന്നത് എവിടെയെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ? അതാണോ സമരരീതി? അങ്ങനെ ഈ മന്ത്രിയുടെ നേരേക്ക് പാഞ്ഞെടുത്തല്ലോ ഇവർ. ഈ പറയുന്ന ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ മാത്രമേ മന്ത്രിക്ക് അപകടം പറ്റി, അല്ലെങ്കിൽ പിടിക്കുന്നത് കിട്ടിയില്ല, ഇവിടെ കഴുത്തിന് നെക്കുന്നത് കിട്ടിയിട്ടില്ല, നെറ്റിക്ക് കുത്തുന്നത് ദൃശ്യം കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് നാണം കെട്ട കോൺഗ്രസ്സുകാരുടെയും യൂത്ത് കോൺഗ്രസ്സുകാരുടെയും ഒക്കെ പ്രചരണമുണ്ട് നമ്മുടെ നാട്ടിൽ. എനിക്ക് അവരോട് പറയാനുള്ളത്, ഈ കോൺഗ്രസ്സുകാർ അല്ലെങ്കിൽ ഏതോ ഒരു വ്യക്തി, ഇനി പോട്ടെ പ്രതിപക്ഷ നേതാവ് സാക്ഷാൽ സതീശൻ, അവരാണല്ലോ ദൃശ്യങ്ങൾ ആവശ്യപ്പെടുന്നത്. ഈ പ്രതിപക്ഷ നേതാവിനെ ക്രൂരമായി മർദ്ദിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുട്ടുകാല് തല്ലി ഒടിച്ച് നിങ്ങൾ വരണം എന്ന് പറയുന്നു. അതോടൊപ്പം പറയുന്നു അതിൻ്റെ ദൃശ്യങ്ങൾ ഉണ്ടാകരുത്, എന്നാൽ നിങ്ങൾക്ക് 5 ലക്ഷം ഇനാം തരാം എന്ന് ഞങ്ങളങ്ങ് പ്രഖ്യാപിക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും പറയുക, അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ?
ഈ പ്രതിപക്ഷ നേതാവിനെയോ ഈ പറയുന്ന നിരീക്ഷകരെയോ ഇങ്ങനെ വലിയ വായിൽ സംസാരിക്കുന്നവരെയൊക്കെ ക്യാമറ ഇല്ലാത്തിടത്തുനിന്ന് ദേഹോപദ്രവം ഏൽപ്പിക്കാൻ പറ്റില്ലേ? എല്ലാം ക്യാമറ കണ്ണിൽ കാണൂ. എന്ത് ന്യായമാണ് ഇവർ പറയുന്നത്? ഇവർ പറയുന്നതിനനുസരിച്ച് ക്യാമറയും അല്ലെങ്കിൽ അതിൻ്റെ ന്യായീകരണങ്ങളുമായി പോവുകയാണോ വേണ്ടത്? വീണ ജോർജ് മിനിസ്റ്റർക്ക് അവിടെ പരിക്ക് പറ്റിയിട്ടില്ലേ? നേരത്തെ ഇവരുടെ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ആൾ പേരാമ്പ്രയിൽ ഇപ്പോൾ പത്രസമ്മേളനം നടത്തി പറയുന്നത് കേട്ടു, എനിക്ക് മൂക്കിന് പരിക്ക് പറ്റിയപ്പോൾ ഞാൻ ICUവിലേക്ക് വീൽ ചെയറിൽ പോയത്, അതുവരെ നടന്നു പോയി, പിന്നെ വീൽ ചെയറിൽ പോയി. ഒക്കെ കണ്ടതല്ലേ? ഈ ഷാഫിയുടെയും വീണ ജോർജിൻ്റെയും പ്രായം എത്രയാ? ആരോഗ്യസ്ഥിതിയും നമ്മൾ പരിശോധിച്ചാൽ എന്താ സ്ഥിതി? അവിടെ ഒരു മൽപ്പിടുത്തം ഉണ്ടാകേണ്ട സാഹചര്യം എന്താ ഉണ്ടായത്? പേരാമ്പ്രയിൽ അവർ ഉണ്ടാക്കിയതും ഇവിടെ ആരുണ്ടാക്കിയതാണ്? KSU ഉണ്ടാക്കിയതല്ലേ? വേറെ എത്ര പൊതു ഇടങ്ങളിൽ ഇവർ കരിങ്കൊടി കാണിച്ചു? ഇവർ പ്രസംഗിക്കുമ്പോൾ കരിങ്കൊടി കാണിക്കുന്നു, ഒക്കെ കാണിക്കാൻ ആർക്കാ തർക്കം? പലയിടങ്ങളിലും നമ്മൾ കണ്ടു, മന്ത്രി വന്ന് അവരോട് സൗഹാർദ്ദത്തോടു കൂടി നിങ്ങൾക്ക് പറയാനുള്ളത് പറയൂ എന്ന് പറയുന്നത് കേട്ടില്ലേ? കൈയും കെട്ടി നിൽക്കുന്നത് കണ്ടില്ലേ? അതിനെന്താ പ്രശ്നം? ഒരു പ്രശ്നവും നമ്മൾ ആരും പറഞ്ഞിട്ടില്ലല്ലോ. പ്രതിഷേധിക്കട്ടെ, പ്രതികരിക്കട്ടെ, അതിനൊന്നും നമുക്ക് എതിർപ്പില്ല. ഇങ്ങനെ അക്രമ സ്വഭാവമുള്ള ഈ ഒരു സമരത്തിലേക്ക്, ഇങ്ങനെ ഒരു മാർഗത്തിലേക്ക്, ഗറില്ല മോഡൽ സമരമുറയിലേക്ക് ഈ KSUവും യൂത്ത് കോൺഗ്രസും ഒക്കെ ഈ സതീശന്റെ ഉപദേശവും കേട്ട് വരുമ്പോൾ അത് അംഗീകരിക്കാൻ പറ്റില്ല. അതിന് ദൃശ്യങ്ങൾ വേണം എന്നാണ് നിങ്ങൾ ഉൾപ്പെടെയുള്ളവർ പറയുന്നതെങ്കിൽ നാളെ നിങ്ങൾ മാറ്റി പറയരുത്. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഇനി ഒരു അവസരത്തിൽ ദൃശ്യങ്ങളില്ലാത്തത് കൊണ്ട് അക്രമം നടന്നിട്ടില്ല എന്ന് നിങ്ങൾ പറയണം. ആ സാഹചര്യത്തിലേക്ക് നിങ്ങൾ എത്തണം. ദൃശ്യങ്ങൾ ഉണ്ടായാലേ ഞങ്ങൾ ഇനി അക്രമ വാർത്ത കൊടുക്കൂ എന്ന് നിങ്ങൾ പറയോ? ശരി, അല്ല വസീഫ്, ശരി, അങ്ങനെ പറയാൻ പറ്റുമോ? അല്ല ശരി, ഞാൻ ഒരു കാര്യം പറയട്ടെ. അതായത് റെയിൽവേ സ്റ്റേഷനകത്ത് ഈ വീണ ജോർജ് റെയിൽവേ സ്റ്റേഷനകത്ത് വീണ ജോർജിന് നേരെ ഒരു അതിക്രമ ലക്ഷ്യത്തോടു കൂടി KSU പ്രവർത്തകർ പാഞ്ഞെടുത്തു. അതിൽ വീണ ജോർജിന് പരിക്കുപറ്റി. ഇതാണല്ലോ നമ്മുടെ മുന്നിലുള്ള വിഷയം. അപ്പോൾ അത് അന്വേഷിക്കുന്നത് RPF അന്വേഷിക്കുന്നു. അവരെ മുന്നിലുള്ള അന്വേഷണത്തിന്റെ മാർഗം എന്താണ്? ആ CCTV ദൃശ്യങ്ങൾ, അവിടെ ഉണ്ടായിരുന്ന ക്യാമറയിലെ ദൃശ്യങ്ങൾ പരിശോധിക്കുക എന്നാണ്, അല്ലേ? മന്ത്രിക്ക് നേരെ അതിക്രമം ഉണ്ടായോ എന്ന കാര്യം പരിശോധിക്കുകയാണ് അവർ ആദ്യം ചെയ്യേണ്ടത്. അതിലെല്ലാ ദൃശ്യങ്ങളും ഉണ്ടല്ലോ. മന്ത്രിക്ക് നേരെയുള്ള അതിക്രമത്തിന്റെ ദൃശ്യങ്ങൾ ഒഴിച്ച് അതെങ്ങനെ സംഭവിച്ചു? പിന്നെ മന്ത്രി ആക്രോശിച്ചുകൊണ്ട് അങ്ങോട്ട് നീങ്ങുന്നതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. പോലീസ് വലയം വെക്കുന്നത് കണ്ടു. അവിടെ ഉണ്ടായ ഒരു, ശരിയാണ് വസീഫ് പറഞ്ഞതുപോലെ, അവിടെ പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്. KSU പ്രവർത്തകർ ഇരച്ചു കയറിയിട്ടുണ്ട്. മുദ്രാവാക്യം വിളികൾ ഉണ്ടായിട്ടുണ്ട്. ഇതെല്ലാം ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്, ഒന്നൊഴികെ. ഇപ്പോൾ ഫിസിക്കൽ അസോൾട്ട് മന്ത്രിക്ക് നേരെ ഉണ്ടായി എന്ന് MP ജയരാജൻ പറഞ്ഞ, അല്ലെങ്കിൽ MP ഗോവിന്ദൻ പറഞ്ഞ, അതല്ലെങ്കിൽ CPM നേതാക്കൾ ആവർത്തിക്കുന്ന ആ ഒരു ഭാഗം ഒഴികെ ബാക്കി നിങ്ങൾ പറയുന്ന പോലെ പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്. പോലീസ് അവിടെ കൂടിയിട്ടുണ്ട്. ആരോഗ്യമന്ത്രി ആക്രോശിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഇതിനെല്ലാം കഴിഞ്ഞ ശേഷം പിന്നീട് ഈ ഭാഗം മാത്രം ഇല്ലാതെ പോകുന്നു. RPF ആണല്ലോ ഇത് അന്വേഷിക്കേണ്ടത്, പരിശോധിക്കേണ്ടത്. അവർ പിന്നെ എന്ത് വെച്ചാണ് ഇതിലെ തെളിവുകൾ ശേഖരിക്കുക? അല്ല, RPFന് ഇങ്ങനെ മൊഴി കൊടുത്താൽ പോരെ? അവരതിനനുസരിച്ച് പരിശോധിച്ചാൽ പോരെ? അവരിനി എങ്ങനെയോ പരിശോധിച്ചാലും പരിശോധിച്ചില്ലെങ്കിലും അവിടെ സംഭവം നടന്നിട്ടില്ല എന്ന് പറയാൻ അതിങ്ങനെ വിധി എഴുതാൻ പറ്റുമോ? CCTV ദൃശ്യങ്ങളില്ല. റെയിൽവേ പ്ലാറ്റ്ഫോമിൽ ഇനിയും ഈ നേതാക്കന്മാരൊക്കെ സഞ്ചരിക്കുന്ന സ്ഥലമാണല്ലോ. നിങ്ങൾ ഉത്തരവാദിത്ത ബോധമുള്ള, അല്ലെങ്കിൽ ഉത്തരവാദിത്തത്തോടുകൂടി ഇടപെടുന്ന ഒരു മാധ്യമ ചാനലിന്റെ പ്രതിനിധിയാണല്ലോ. തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ, ഞങ്ങൾക്ക് താല്പര്യമില്ലാത്തവരെ, ഇതുപോലെ ദൃശ്യങ്ങളിലില്ലാത്ത അക്രമത്തിന് ഇരയാകേണ്ടി വന്നാൽ, അവരൊക്കെ ഇങ്ങനെ ഇരയാക്കപ്പെട്ടാൽ നിങ്ങൾ ഇതേ ന്യായം പറയോ? അത്രേ ചോദ്യമുള്ളൂ. ആ ന്യായമാണോ പറയാ? എന്തൊരു വൃത്തികേടാണിത്. ഇവിടെ ഇനിയിപ്പോ ഇവരുടെ ഗൂഢാലോചന എന്നൊക്കെ ഇവർ പറയുന്നത്. ഇന്ന് സതീശന്റെ പത്രസമ്മേളനത്തിൽ ഗൂഢാലോചനയാണ്, സ്പീക്കറുടെ ഗൂഢാലോചന. പ്ലാറ്റ്ഫോമിലേക്ക് വീണ്ടും പോയി, വീണ്ടും വന്നു, ഗൂഢാലോചന നടത്തി എന്നൊക്കെ പറയുന്നത്. എങ്ങനെയാണ് ഇതൊക്കെ പറയാൻ പറ്റുന്നത്? ആരാണ് ഈ പറയുന്നത്? ഈ കോൺഗ്രസ്സുകാർ 5 കൊല്ലം മുമ്പ് നടന്ന ഒരു സംഭവത്തിന്റെ മറ പിടിച്ച് വ്യാപകമായ അക്രമത്തിലേക്ക് ഈ സമരത്തെ കൊണ്ടുപോകുന്നത് എന്തിനാ? ഇവർക്ക് പോട്ടെ ഒരു 500 പേരെ, പോട്ടെ ഒരു 100 പേരെ, ഒരു 50 പേരെ അണിനിരത്തി ഒരു പ്രകടനം നടത്താനുള്ള ശേഷിയൊന്നുമില്ല. എന്നിട്ടാണ് ഈ ഗറില്ല മോഡൽ അക്രമത്തിന് നേതൃത്വം കൊടുക്കുന്നത്. എന്നിട്ട് പോലീസിന് CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാൻ പറ്റിയിട്ടില്ല. ഇവരെ പോലെ അങ്ങനെ ശരീരത്തിന് ചുറ്റും ക്യാമറകളുമായി നടക്കുന്നവരല്ല
കേരളത്തിലെ ഈ മന്ത്രിമാരൊന്നും. ഇവരങ്ങനെയാ നടക്കുക. തിരിയുന്നത് റീല്, ഇരിക്കുന്നത് റീല്, ഓടുന്നത് റീല് എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് മൂക്കിന് കുത്തുന്നത് റീല് കിട്ടിയിട്ടില്ല. അവിടെ പടക്കൊറിയുന്ന റീലാ കിട്ടിയത് നമുക്ക്. ഓർമ്മയില്ലേ നിങ്ങൾക്ക്? എന്തൊക്കെയായിരുന്നു അന്ന്? നിങ്ങൾ തെളിവ് ചോദിച്ചിരുന്നോ? ഇതിനു മുമ്പ് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷന് സുഖമില്ല, എന്തോ ഒരു പ്രത്യേക അസുഖമാണ്, അതുകൊണ്ട് ജാമ്യം കൊടുക്കണം. ഇതൊക്കെ അവർക്ക് എന്തു ആവാം. ഏതെങ്കിലും ദൃശ്യങ്ങളിൽ ഉള്ളതിനാണോ അന്ന് ഈ സമയത്തെല്ലാം നമ്മൾ ഇങ്ങനെ വ്യാഖ്യാനിക്കാറ്? ശരി വസീഫ്, ഞാൻ വസീഫിന് രണ്ടാമത്തെ ഭാഗത്ത് ഞാൻ വസീഫിലേക്ക് വരാം. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ റിജിൽ മാക്കുറ്റി, അതായത് കേരളത്തിൽ ഒരു വനിതാ മന്ത്രിക്ക് നേരെ ഒരു പ്രതിഷേധമുണ്ടാകുന്നു. ആ പ്രതിഷേധം വസീഫ് പറഞ്ഞതുപോലെ തന്നെ അവർ യാത്ര ചെയ്യുമ്പോഴാണ്, യാത്ര ചെയ്യാൻ ഒരുങ്ങുമ്പോഴാണ്. ശരിയാണ്, സമൂഹ മാധ്യമങ്ങളിൽ വീണ ജോർജിൻ്റെ അല്ലെങ്കിൽ അവരെ വ്യക്തിപരമായി ആക്രമിക്കുന്ന തരത്തിൽ ഇത് വലിയ അഭിനയമാണ്, ഇതിലെല്ലാം തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അപഹസിക്കുന്ന, പരിഹസിക്കുന്ന ധാരാളം ഈ ഫേസ്ബുക്കിലും സമൂഹ മാധ്യമങ്ങളിലൊക്കെ ധാരാളം കമൻറ്റുകളും മറ്റു ചിത്രങ്ങളും മീമുകളൊക്കെ വരുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് ഇത് എന്ത് നടന്നു എന്ന കാര്യം പരിശോധിക്കപ്പെടേണ്ടതാണ്. ഇതിൽ പോലീസിൻ്റെ അന്വേഷണവും പരിശോധനയും ആവശ്യമാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു മന്ത്രി പൊതു ഇടത്തിൽ ആക്രമിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അത് അപലപിക്കപ്പെടേണ്ടതും അതിനെതിരെ നടപടി ഉണ്ടാകേണ്ടതുമാണ്. എന്തുകൊണ്ടാണ് ഇതെല്ലാം വളരെ ആസൂത്രിതമായി നടപ്പാക്കപ്പെട്ടതാണെന്ന ആരോപണം നിങ്ങൾ ഉന്നയിക്കുന്നത്? കാരണം ഇന്നിപ്പോൾ വി.ഡി. സതീശൻ പറഞ്ഞിരിക്കുന്നത് ഇതിൽ സ്പീക്കറുടെ ഗൂഢാലോചന കൂടി പരിശോധിക്കേണ്ടതുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ കൂടി നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ പിന്നീട് നടന്നത്, ഈ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കപ്പെടുന്നത് എന്നതാണ്. അതായത് എല്ലാത്തിനും ഈ CCTV ദൃശ്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഈ കാര്യങ്ങളൊക്കെ തെളിയുകയുള്ളൂ എന്ന് വസീഫ് ചോദിച്ചതിന് എന്താണ് മറുപടി? എന്തുകൊണ്ടാണ് ഈ പ്രതിഷേധമുണ്ടായിട്ടും ഇങ്ങനെ മന്ത്രിയെ തടയുന്ന സമീപനമുണ്ടായിട്ടും ഇതെല്ലാം മന്ത്രിയുടെ അഭിനയമാണ് എന്ന് നിങ്ങൾ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത്? ശ്രീ ഗോപികൃഷ്ണൻ, കേരളത്തിൻ്റെ ചരിത്രത്തിൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇവിടെ ഇടത് ഗവൺമെൻറ്റുകൾ ഒരുപാട് ഇവിടെ വന്നു പോയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടുള്ള പ്രതിഷേധങ്ങൾ അത് മന്ത്രിമാർക്കെതിരെയാണ്, ആണെന്ന് പെണ്ണെന്ന് നോക്കിയിട്ടൊന്നുമില്ല, മന്ത്രിമാരുടെ വീഴ്ചകൾക്കെതിരായിട്ടുള്ള പ്രതിഷേധങ്ങൾ സ്വാഭാവികമായും ഈ കേരളത്തിലും ഈ രാജ്യത്തെല്ലാം നടന്നിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു മന്ത്രി വരുമ്പോൾ മന്ത്രി ഇവരുടെ മുന്നിലേക്ക് സ്വാഭാവികമായിട്ടും ഒരു കരിങ്കൊടിയായി മുദ്രാവാക്യം വിളിച്ചു എന്നല്ലാതെ മന്ത്രി അവിടെ ആരെങ്കിലും KSUക്കാർ ആക്രമിച്ചിട്ടുണ്ടോ? നിങ്ങളീ പറയുന്ന CCTVയും അതോടൊപ്പം ഈ പറയുന്ന വിഷ്വലൊക്കെ ഉള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഈ മന്ത്രിയെ കൊന്നു എന്നൊക്കെ പറഞ്ഞവർ കഥയുണ്ടാകും. കാരണം ഇന്നത്തെ സാഹചര്യത്തിൽ അവർക്ക് പറഞ്ഞിട്ട് തന്നെ അവർ തന്നെ നാണം കെട്ടു പോവാണ്. ഇപ്പോൾ ഒരു മന്ത്രിക്കെതിരെ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചു കഴിഞ്ഞാൽ അവരെ കൊല്ലാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഇത് നാട്ടിലെ ജനങ്ങൾ ഇതൊക്കെ കാണുന്നില്ലേ? എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടായെന്ന് നമുക്കറിയാം. ഇതുപോലെ DYFIക്കാർ ഈ പറയുന്ന DYFIയുടെ സംസ്ഥാന സെക്രട്ടറി ഈ പറയുന്നത് പോലെ സംസ്ഥാന പ്രസിഡന്റ് പറയുന്നത് കേട്ടവർക്ക് ഇവരൊക്കെ വലിയ ഹരിശ്ചന്ദ്രന്മാരും അതോടൊപ്പം തന്നെ വലിയ രൂപത്തിലുള്ള മാൻപേടകളും ആണെന്ന്. ഞങ്ങളുടെ ഭരണകാലത്ത് എന്തെല്ലാം തരത്തിലുള്ള സമരങ്ങൾ മന്ത്രിമാർക്കെതിരെ നടന്നിട്ടുണ്ട്. ഈ കണ്ണൂരിൽ പോലും അന്നത്തെ അടൂർ പ്രകാശ് എന്ന് പറയുന്ന മന്ത്രിക്ക് എതിരെ അദ്ദേഹം നവനീത ഓഡിറ്റോറിയൽ പരിപാടി പങ്കെടുക്കുമ്പോൾ അദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിച്ചത് ഈ അന്നത്തെ DYFI നേതാക്കന്മാരായിരുന്നു. അത് വലിയ വാർത്തയായിരുന്നു. അദ്ദേഹത്തെ കൈയേറ്റം ചെയ്യുക ചെയ്തത് ആ അദ്ദേഹത്തിൻ്റെ വേദിയിൽ വെച്ചിട്ട്. അതുമാത്രമല്ല, ഇപ്പോൾ പറഞ്ഞ ജയരാജനൊക്കെ എന്ത് ധാർമ്മികതയുള്ളത്. കൂത്തുപറമ്പിൽ പെട്രോൾ ബോംബും മാരകായുധങ്ങളുമായി MV രാഘവനെ കൊല്ലാൻ അന്നത്തെ പാർട്ടി DYFI നേതാവായ ജയരാജനല്ലേ കൂത്തുപറമ്പിലെ രക്തസാക്ഷികൾ ഉണ്ടാക്കാൻ നേതൃത്വം കൂടെ സമരത്തിന് പിന്നിൽ പ്രവർത്തിച്ചത്? അന്ന് MV രാഘവനെ കൊല്ലാനല്ലേ പോയത്? അതിന് മുന്നിൽ നിന്ന് നയിച്ചതാര ജയരാജനല്ലേ? അങ്ങനെ പെട്രോൾ ബോംബും മാരകായുധങ്ങളും അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഏതെങ്കിലും തരത്തിലുള്ള ആയുധ സാധനങ്ങൾ എടുത്തിട്ടാണോ ഈ പറയുന്ന KSUക്കാർ പോയത്? അവരുടെ കയ്യിൽ കരിങ്കൊടിയാണ്. അവർ മന്ത്രിയുടെ അടുത്തേക്ക് പോലും എത്തിയിട്ടില്ല എന്നുള്ളത് നമ്മൾ കാണുകയാണ്. മുദ്രാവാക്യം വിളിച്ചു. മന്ത്രിക്ക് ആ സമയത്ത് മന്ത്രി വളരെ ശക്തിയായി ശോഭിച്ചുകൊണ്ട് പ്രതികരിക്കുന്നു നമ്മൾ കാണുന്നു. മന്ത്രിയുടെ ഗൺമാൻ അവരുടെ ഇടയിലേക്ക് വരുന്ന കാണുന്നു. എവിടെയാണ് മന്ത്രിയുടെ കഴുത്തിന് പരിക്കേറ്റത്? യഥാർത്ഥത്തിൽ ഇനി കുറച്ച് കഴിയുമ്പോൾ പെടലി മന്ത്രി എന്ന് പറയും. കൊച്ചിൻ ഹനീഫയാണ് നമ്മുടെ സിനിമയിൽ പെടലി എന്ന് വിളിക്കുമ്പോൾ പെടലി മന്ത്രിയായി വീണ ജോർജ് മാറാൻ പോവുക. ഇത്തരത്തിൽ അഭിനയിക്കുന്നതിന് എന്തിനാണ് അഭിനയിക്കേണ്ട ആവശ്യം? അവർ എത്ര കൂളായിട്ടാണ് 1ാം പ്ലാറ്റ്ഫോമിൽ നടന്ന് 3ാം പ്ലാറ്റ്ഫോമിലേക്ക് പോയത്. ഒരു പ്രശ്നം ഉണ്ടായില്ലല്ലോ. അവിടെ ഷംസീർ എന്ന സ്പീക്കർ, അദ്ദേഹം സ്പീക്കറാണെങ്കിലും ഇവിടെ DYFIക്കാരനാണ്, SFIക്കാരനാണ്. ആ SFI ബുദ്ധിയിൽ ഉദിച്ച കാര്യമാണ്. അവർ പറയുന്നു, KK രാഗേഷിനെ വിളിക്കുന്നു, അങ്ങനെ വിളിച്ച് അവർ നാടകം സെറ്റ് ചെയ്യുന്നു, അഭിനയിക്കുന്നു. ആദ്യം കൈക്ക് കുത്തേറ്റു എന്ന് പറയുന്നു. കുത്തിയ കൈയുടെ പരിക്ക് മുംബൈയുള്ള പരിപാടിയിൽ അവരുടെ കയ്യിൽ ആ കുത്ത് കണ്ടപ്പോൾ അത് മാറ്റി കഴുത്തിലാണ്, പെടലിക്കാണ് പരിക്കെന്ന് പറയുന്നു. അവരെ ICUയിൽ കൊണ്ടുപോകുന്നു, അവിടുന്ന് പരിഹാരത്ത് കൊണ്ടുപോകുന്നു. എന്ത് നാടകമാണ്! ഒരു പ്രതിഷേധം മുദ്രാവാക്യം വിളിച്ചതിൻ്റെ പേരിലാണ് ഈ ആഭാസങ്ങളൊക്കെ നിങ്ങൾ കാണിക്കുന്നത്. അങ്ങനെ മുദ്രാവാക്യം വിളിക്കാൻ പാടില്ലേ? കരിങ്കൊടി കാണിക്കാൻ പാടില്ലേ?
ആ 100 പോലീസുകാരുടെ ഇടയിലോട്ട് പോകുന്ന ഒരു മന്ത്രിക്കെതിരെ 5 ആളുകൾ മുദ്രാവാക്യം വിളിച്ച മന്ത്രിയുടെ പെടലിക്ക് പരിക്കേറ്റ് പെടലെ കുത്തിപ്പിടിച്ച് എവിടെയാണ് നിങ്ങൾ പറയൂ ഈ പറയുന്ന നിങ്ങളുടെ മാധ്യമങ്ങൾ കാണിച്ച വിഷ്വലിന് എവിടെയെങ്കിലും അല്ലെങ്കിൽ പിന്നെ അവിടുത്തെ പിന്നെ CCTV റെയിൽവേയുമായി ബന്ധപ്പെട്ട് CCTV അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള പരിക്കേൽക്കുന്ന സംഭവം ഉണ്ടായിട്ടുണ്ടോ? മന്ത്രിയെ ഏതെങ്കിലും തരത്തിൽ കയ്യേറ്റം ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഒരു മന്ത്രിയെ കയ്യേറ്റം ചെയ്യുക എന്നുള്ളത് ഞങ്ങളുടെ നിലപാടല്ല, അങ്ങനെ ചെയ്തിട്ടുമില്ല. നിങ്ങൾ മനസ്സിലാക്കി ഇവരുണ്ടാക്കുന്ന തിരക്കഥയാണ്. ഞാൻ ഇതിനകത്ത് ഈ കേരളയിൽ സമരം നടത്തുമ്പോൾ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രതിഷേധത്തിന് പോയപ്പോൾ എന്നെ അന്ന് ശ്രീ MV ജയരാജൻ തന്നെയാണ് ഞാൻ ആയുധങ്ങളെടുത്ത് വന്ന് മന്ത്രി ആക്രമിക്കുന്നത് എന്നെ വളഞ്ഞിട്ട് തല്ല് ചെയ്തത്. സ്വാഭാവിക കേരളത്തിനെതിരായ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ഒരു മുദ്രാവാക്യം വിളിച്ച് അവിടെ പ്രതിഷേധിക്കാൻ പോയപ്പോഴാണ്. ഇപ്പോൾ DYFIക്കാർ നിങ്ങൾ 500 DYFIക്കാരെ സമരം എടുത്ത് പരിശോധിക്കുക. നിങ്ങൾ 500 ആളെയും കൂട്ടിയിട്ടാണ് DYFIയുടെ മുൻകാല നേതാക്കന്മാർ കരിങ്കൊടി കാണിക്കാൻ പോയത്. 10 കൊല്ലമായിട്ട് നിങ്ങൾ കരിങ്കൊടി സമരമൊന്നുമില്ല പോട്ടെ. അപ്പോൾ ആ ഘട്ടത്തിലൊക്കെ നിങ്ങൾ സമരം നടത്തിയത് എത്ര ആളുകളെ കൂട്ടിയിട്ടാണ്? നിങ്ങൾ എവിടെയൊക്കെ കരിങ്കൊടി കാണിച്ചിട്ടുണ്ട്? 500 ആളെയും കൂടി നിങ്ങൾ കരിങ്കൊടി കാണിച്ചിട്ടുണ്ടോ? നിങ്ങൾ കേരളത്തിലെ മുഖ്യമന്ത്രിയെ നിങ്ങൾ കല്ലെറിഞ്ഞ് പരിക്കേൽപ്പിച്ച ആളുകളല്ലേ? അദ്ദേഹം നെറ്റിയിൽ ചോര വന്നാൽ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ആയുധങ്ങൾ ഈ പറയുന്ന KSUക്കാരുടെ കയ്യിൽ ഉണ്ടായിട്ടുണ്ടോ? ഇതൊക്കെ കാണുന്നത് നിങ്ങൾ ഈ നാട്ടിലെ ഇടതുപക്ഷ ഗവൺമെൻറ് നാട് ഭരിച്ച് കൊള്ളയടിച്ച് മുമ്പോട്ട് പോകുമ്പോൾ അയ്യപ്പൻ്റെ സ്വർണം പോലും കാട്ടുകള്ളന്മാരാണ് എന്ന് നിങ്ങളെക്കുറിച്ച് ബോധ്യപ്പെട്ടപ്പോൾ സകലമാന അഴിമതിയുടെയും പിറകിൽ നിങ്ങളാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് പരാജയമുണ്ടാകുമെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഒരു തിരക്കഥയാണിത്. ഈ തിരക്കഥ ഓടാൻ പോകുന്നില്ല. ആകുമ്പോൾ തന്നെ ഈ കഥ ഇവിടെ അവസാനിക്കാൻ പോവാണ്. യൂത്ത് കോൺഗ്രസ്സുകാർ എന്താ പറയുന്നത്? അതായത് തെളിവുകൾ കാണിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഇനാം തരാം, 1 പവൻ സ്വർണം തരാം, 1 ലക്ഷം രൂപ തരാം എന്ന് പറഞ്ഞ് നിങ്ങൾ ഈ വിഷയത്തെ സമീപിക്കുകയാണ്. ഇവിടെ ഒരു വനിതാ മന്ത്രിക്ക് നേരെ പ്രതിഷേധമുണ്ടായി എന്നത് ശരിയാണ്. ആ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി പോലീസിന് അവിടെ അവരെ മാറ്റി നിർത്തേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായി, ശരിയാണ്. അതെല്ലാം ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായി കാണുന്നുണ്ട്. അത് ആദ്യത്തെ പ്രതിഷേധമായിരുന്നില്ല. അവർ പങ്കെടുത്ത പലയിടങ്ങളിൽ 5-6 ഇടങ്ങളിലായിട്ട് ആ പ്രതിഷേധം ഉണ്ടായിരുന്നു. ഇവിടെ പ്രതിഷേധം കൈവിട്ടു പോകുന്ന ഘട്ടമുണ്ടായോ? അവിടെ മന്ത്രിക്ക് നേരെ ഒരു അതിക്രമ ശ്രമം ഉണ്ടായോ? അതിലാണോ മന്ത്രിക്ക് പരിക്കേറ്റത്? ഇതാണ് വിഷയം. ഈ വിഷയത്തിൽ ശരിയായ അന്വേഷണം നടക്കണം. അതിനകത്ത് എന്താണ് വസ്തുത എന്ന കാര്യം കണ്ടെത്തണം. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണ്? ഇവിടെ ഇത് ദൃശ്യങ്ങളിൽ കാണുന്നില്ല, അതുകൊണ്ട് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു. ഒന്നുമില്ല, ഒന്നും നടന്നിട്ടില്ല എന്നതിൻ്റെ തെളിവുകൾ ഞാൻ തരാം എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു. അതിനെ നിങ്ങൾ എങ്ങനെ സാധൂകരിക്കുമെന്നാണ് എൻ്റെ ചോദ്യം. അതായത് ഒന്നും നടന്നിട്ടില്ല, KSUവിൻ്റെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ ഈ പ്രതിഷേധങ്ങളുടെ ഭാഗമായിട്ടല്ല ഇതൊന്നും സംഭവിച്ചിരിക്കുന്നത് എന്ന ന്യായം നിങ്ങൾ എങ്ങനെ പറയുന്നു? ശ്രീ ഗോപികൃഷ്ണൻ പ്രതിഷേധിച്ചു എന്നുള്ള സത്യമാണ്, മുദ്രാവാക്യം വിളിച്ചു എന്നുള്ള സത്യമാണ്. മന്ത്രി പോകുമ്പോൾ മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ട്, മന്ത്രി പ്രതികരിച്ചിട്ടുണ്ട്. മന്ത്രിയുടെ പ്രതികരണം കണ്ടില്ല. മന്ത്രി ആക്രോശിച്ച് വരും, അദ്ദേഹം അവരുടെ കഴുത്തിനും അവർക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലല്ലോ. അവർ ആ രൂപത്തിൽ പ്രതികരിച്ചിട്ടില്ലേ? ആ സമയത്ത് അവർ തളർന്നു വീണിട്ടില്ല, അവർക്ക് പരിക്കേറ്റു എന്ന് പറഞ്ഞ് അവരെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയിട്ടില്ല. അവർ വളരെ കൂളായി നടന്ന് കണ്ണൂർ പിന്നെ റെയിൽവേ സ്റ്റേഷൻ 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് 3ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പോകണമെങ്കിൽ അവിടുത്തെ ഗോവണി കയറി അതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കയറിയിട്ട് പോകേണ്ടതാണ്. ഒരു പ്രശ്നവുമില്ല. അങ്ങനെ കൂളായി നടന്നു പോകുന്ന മന്ത്രിയാണോ ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജിൽ ICUവിൽ കഴിയുന്നത്? അതിനാരാ ഉത്തരവാദികൾ? പരിയാരം മെഡിക്കൽ കോളേജിൽ ഇവർ എവിടെയും കൊണ്ടേ കിടത്തു. ഇവർ മുദ്രാവാക്യം വിളിച്ചത് പ്രതിഷേധിച്ചതിൻ്റെ പേരിൽ പിന്നെ ആക്രമിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് അഭിനയിച്ച് ഞങ്ങൾ എന്ത് ഓസ്കർ അവാർഡ് കൊടുക്കണം അവർക്ക് അഭിനയത്തിന്. പണ്ട് മിമിക്രി മോണാക്ട് താരമായി വലിയ അവാർഡൊക്കെ വാങ്ങിയ പിന്നെ ആളാണ് ഈ പറയുന്ന മന്ത്രി. അവർക്ക് ഇപ്പോഴാണ് കൊടുക്കേണ്ട ഓസ്കർ അവാർഡ് അവരുടെ അഭിനയത്തിന്. ഒരു പരിക്കും പറ്റാതെ ഒരു സംഭവം നടക്കാത്ത പേരിൽ അവരെ കഴുത്തിന് പരിക്ക് പറ്റി എന്ന് പറഞ്ഞ് ആ പരിയാരം മെഡിക്കൽ കോളേജിൽ അതായത് ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട ഇപ്പോഴുണ്ടായിരിക്കുന്ന സമീപകാല വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ മന്ത്രി നേരിടുന്ന ആദ്യത്തെ പ്രതിഷേധമല്ലാതെ അത് അന്നത്തെ 6ാമത്തെ പ്രതിഷേധമാണ്. 6 ഇടങ്ങളിൽ മന്ത്രിക്ക് നേരെ പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊന്നും അഭിനയിക്കാതെ മന്ത്രി അവസാനം റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ KSU പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് അഭിനയിച്ചു. അങ്ങനെ അവർ പരിയാരം മെഡിക്കൽ കോളേജിൽ ICUവിലായി. അതാണോ നിങ്ങൾ പറയുന്നത്? തീർച്ചയായും അവിടെയൊക്കെ പ്രതിഷേധം ആ പ്രതിഷേധത്തിൽ നിങ്ങൾ നോക്കൂ. നിങ്ങളുടെയൊക്കെ ക്യാമറാമാൻ അല്ലേ അവിടെ ശ്രീ ഗോപികൃഷ്ണൻ? ആ രൂപത്തിൽ ഏതെങ്കിലും തരത്തിൽ അക്രമത്തിലേക്ക് അവർക്ക് പറ്റിയിട്ടുണ്ടോ? അക്രമം നടന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇല്ലാത്ത കേസിനകത്ത് ആക്രമിച്ച് എന്ന് പറഞ്ഞ് അവർ പരിയാരം മെഡിക്കൽ കോളേജ് ICU കിടക്കുമ്പോൾ കണ്ണൂരിൽ നിന്ന് എന്താ മാറിയത്? അവിടെ MRI സ്കാനിങ് പോലും എക്സ്റേ യൂണിറ്റ് പോലും ജില്ലാ ആശുപത്രിയാണ്. ഇവർ പറയും നമ്പർ 1 കേരള ആരോഗ്യ കേരളം എന്നൊക്കെ പറയുന്ന കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ഒരു MRI സ്കാന് പോലും പ്രവർത്തിക്കുന്ന സാധാരണക്കാരൻ പോകുന്ന ആശുപത്രി. ഇതാണ് മന്ത്രിയുടെ കഴിവുകേട്. കേരളത്തിലെ ആരോഗ്യരംഗം തകർന്നു.
അവരുടെ യൂണിയനിൽപ്പെട്ട ആളുകൾ തന്നെ ഡോക്ടർമാർ ബോധ്യപ്പെട്ടിരിക്കുമ്പോൾ ആ മന്ത്രിക്കെതിരായി പ്രതിഷേധിച്ചിട്ടുണ്ട്. വയറ് കിടന്നപ്പോൾ സ്വാഭാവികമായും ഒരു പ്രതിഷേധം ഉണ്ടായി. ആരോഗ്യ വകുപ്പിലെ പ്രശ്നങ്ങളെ സംബന്ധിച്ചോ ആരോഗ്യമന്ത്രിയുടെ ഇടപെടൽ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലോ പ്രതിഷേധിക്കുന്നത് ഒരു തെറ്റല്ല. ജനാധിപത്യ സംവിധാനത്തിൽ പ്രതിഷേധം വേണം, സമരം വേണം, ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കപ്പെടണം, ഒരു പ്രശ്നവുമില്ല. അത് വേണം, അത് പ്രതിപക്ഷത്തിന്റെ ധർമ്മമാണ്. പക്ഷേ അത് ഇങ്ങനെ വരുമ്പോൾ ഇതെല്ലാം അഭിനയമാണ്, ഇതൊന്നും ശരിക്കും യഥാർത്ഥത്തിൽ സംഭവിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അതിൽ അന്വേഷണവും പരിശോധനയും ഒക്കെ വേണം. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ എം എൻ കാരശ്ശേരി, യഥാർത്ഥത്തിൽ കേരളത്തിലെ ശ്രീ ഗോപി അന്വേഷിച്ചോട്ടെ, ഏത് തരത്തിൽ അന്വേഷണം നടത്തിക്കോട്ടെ, പോലീസ് അന്വേഷിച്ചോട്ടെ, ഞങ്ങൾക്ക് ഭയമില്ലല്ലോ, അന്വേഷിക്കട്ടെ. ഇല്ലാത്ത കാര്യത്തിനകത്ത് ആക്രമിച്ചു, പരിക്ക് പറ്റി, ഇത് മെഡിക്കൽ കോളേജിനകത്ത് അഡ്മിറ്റ് ചെയ്യുന്നു പറയുമ്പോൾ ഇത് കേരളത്തിൽ അരിയാഹാരം കഴിക്കുന്ന ജനങ്ങളല്ലേ? ഈ CPM പറയുന്ന ജയരാജനെ പോലെയുള്ള എന്ത് വിവരക്കേടും പറയുന്ന കാര്യവും അല്ലല്ലോ. കാരശ്ശേരി മാഷെ, ഇവിടെ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിന്റെ ഈ ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ട പ്രശ്നം, അതോടൊപ്പം തന്നെ മെഡിക്കൽ കോളേജുകളിൽ അല്ലെങ്കിൽ സർക്കാർ ആശുപത്രികളിലെ സൗകര്യക്കുറവുമായി ബന്ധപ്പെട്ട് ഉയർന്നിട്ടുള്ള ആക്ഷേപങ്ങൾ, ഈ കാര്യങ്ങളിലൊക്കെ തന്നെ ജനാധിപത്യ സംവിധാനത്തിനകത്ത് പ്രതിഷേധങ്ങൾക്ക് വലിയ സ്ഥാനമുണ്ട്. അത് പ്രതിപക്ഷത്തിൻ്റെ ധർമ്മവുമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഇപ്പോൾ കേരളത്തിൻ്റെ പൊതുസമൂഹം ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ ചർച്ച ചെയ്യുന്നത് ഇതൊന്നുമല്ല, ഒറ്റ കാര്യമാണ്. ആരോഗ്യമന്ത്രി വീണ ജോർജിന് നേരെ യഥാർത്ഥത്തിൽ അതിക്രമം ഉണ്ടായോ, അതോ തിരഞ്ഞെടുപ്പ് അടുത്ത് വന്നിരിക്കുന്ന സാഹചര്യത്തിൽ, വലിയ ആരോപണങ്ങൾ നേരിടുന്ന സാഹചര്യത്തിൽ അതിൽ നിന്നൊക്കെ ഒരു രക്ഷാ മാർഗം കണ്ടെത്താൻ അവർ അഭിനയിച്ചതാണോ എന്നതാണ്. അപ്പോൾ ഇത് താങ്കൾ ഒരു സാമൂഹ്യ നിരീക്ഷക നിലയിൽ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും പുറത്തുമൊക്കെ നടക്കുന്ന ചർച്ചകൾ സസൂക്ഷ്മം താങ്കളെപ്പോലൊരാൾ നിരീക്ഷിക്കുന്നുണ്ടാകുമല്ലോ. ഈ വിവാദത്തിൽ ഏത് പക്ഷത്താണ് കാരശ്ശേരി മാഷുള്ളത്? ഗോപികൃഷ്ണൻ, എനിക്ക് ആദ്യം തോന്നുന്ന പ്രധാനപ്പെട്ട കാര്യം, പട്ടാപ്പകല് ഒരു മന്ത്രിയെ 4-5 ചെറുപ്പക്കാർ ആക്രമിക്കുന്നുണ്ടെങ്കിൽ അവർക്കതിന്ന് രക്ഷ കൊടുക്കാനല്ലേ പോലീസിൻ്റെ വീഴ്ചയല്ലേ ആദ്യം ഇതിൽ ശ്രദ്ധേയമായ കാര്യം. അവിടെ ഞാൻ കണ്ട ദൃശ്യങ്ങളിൽ ധാരാളം പോലീസുണ്ട്. അവരെന്തെടുക്കായിരുന്നു എനിക്ക് മനസ്സിലാവുന്നേ ഇല്ല, ഇങ്ങനെ അക്രമം നടന്നു എന്ന് പറയുകയാണെങ്കിൽ. കാരണം മന്ത്രിക്ക് സുരക്ഷയ്ക്ക് വേണ്ടി, സെക്യൂരിറ്റിക്ക് വേണ്ടി കൂടെ ധാരാളം പോലീസുകാരുണ്ട്. അപ്പോൾ ഒരു കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ പട്ടാപ്പകല് ഇങ്ങനെ ഒരു അക്രമം നടക്കില്ല എന്നല്ല ഞാൻ പറയുന്നത്, നടന്നെങ്കിൽ ഇപ്പോൾ ഗോവിന്ദ മാഷ് പറഞ്ഞിട്ട് ഞാൻ വീഡിയോ കണ്ടത് അവരുടെ കഴുത്ത് പിടിച്ച് തിരിച്ചു, കൈ പിടിച്ച് തിരിച്ചു എന്നാണ്. അപ്പോൾ കഴുത്ത് പിടിച്ച് തിരിക്കാനും കൈ പിടിച്ച് തിരിക്കാനും ഒക്കെ ആളുകൾ തള്ളിക്കയറി വരുമ്പോൾ പോലീസ് എന്താ കാഴ്ചക്കാരായി നിൽക്കുകയാണോ? പോലീസിന് എന്തിനാണ് ശമ്പളം കൊടുക്കുന്നത്? അവരുടെ ഉത്തരവാദിത്തം, അവരുടെ ചുമതലയാണത്. ഏത് മനുഷ്യനെ രക്ഷിക്കുക, പ്രത്യേകിച്ച് മന്ത്രിക്ക് ചുറ്റും ധാരാളം പോലീസ് ഉണ്ട്. അവരുടെ വാഹനങ്ങളുടെ മുമ്പിലും പുറകിലും പോലീസ് ഉണ്ടാവും. അപ്പോൾ ഈ സമയത്ത് പോലീസ് എന്തെടുക്കാമെന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ വരുന്ന ആദ്യത്തെ ചോദ്യം. അങ്ങനെ ഒരു വീഴ്ച അവർക്കുണ്ടെങ്കിൽ അതാണ് അന്വേഷിക്കേണ്ട ആദ്യത്തെ കാര്യം. കാരണം നമ്മുടെ നേതാക്കന്മാർക്കും മന്ത്രിമാർക്കും ഉദ്യോഗസ്ഥന്മാർക്കും ഒക്കെ നാട്ടിൽ നടക്കണമല്ലോ, ആളുകൾ പ്രതിഷേധിക്കുന്നൊക്കെ ഉണ്ടാവും. അതൊരു പ്രധാന കാര്യം. രണ്ടാമത്തെ കാര്യം, ഒരു ആരോപണം ഉണ്ടെങ്കിൽ അതിന് തെളിവ് വേണം. ആ തെളിവ് എന്ന് പറയുന്നത് ഇന്നത്തെ അവസ്ഥയ്ക്ക് ആദ്യത്തെ തെളിവ് വിഷ്വലാണ്, ദൃശ്യമാണ്. CCTV ദൃശ്യം, അല്ലെങ്കിൽ വേറെ ക്യാമറയിലെടുത്ത ദൃശ്യം, അല്ലെങ്കിൽ ചാനലുകാരുടെ ദൃശ്യം. അങ്ങനെ ഇതിലിപ്പോൾ ദൃശ്യങ്ങൾ ധാരാളമുണ്ട്. അതിൽ ഞാൻ കണ്ട ദൃശ്യങ്ങളിലൊന്നും ഈ ചെറുപ്പക്കാർ, ഈ KSUക്കാർ ഇവരെ ആക്രമിച്ചായിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ അതിൽ ആദ്യത്തെ പ്രതി എന്ന് പറയുന്നത് എൻ്റെ കണക്കിന് പോലീസാണ്. കാരണം നേരത്തെ ഗോപികൃഷ്ണൻ പറഞ്ഞ മാതിരി ഈ ഒരു സമരത്തിൻ്റെയും പ്രതിഷേധത്തിൻ്റെയും ഒക്കെ അന്തരീക്ഷമുണ്ട്. 5-6 തവണ അത് നടന്നു. അപ്പോൾ കണ്ണൂർ എന്തായാലും അങ്ങനെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കാനും അതിന് പ്രതിരോധിക്കാനുമാണ് പോലീസ്. അപ്പോൾ അവരുടെ ഡ്യൂട്ടി, അവരുടെ ചുമതല ഉത്തരവാദിത്വം നിറവേറ്റാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചർച്ചയായിട്ട് വരുമ്പോൾ, അപ്പോൾ ഇത് ചർച്ച ചെയ്യണം. പക്ഷേ ഇത്തരം കാര്യങ്ങളാണ് ചർച്ച വരുന്നതെങ്കിൽ നമ്മുടെ വാസ്തവത്തിലുള്ള ജനകീയ പ്രശ്നങ്ങളൊക്കെ ഭരണപക്ഷവും പ്രതിപക്ഷവും മറന്നുപോകും. നമുക്ക് എന്തെല്ലാം പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. നമ്മുടെ വിലക്കയറ്റത്തിൻ്റെ കാര്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ വയനാട്ടിൽ ഉള്ള പുനരധിവാസത്തിൻ്റെ അവിടുത്തെ ഉരുൾപൊട്ടൽ കൊണ്ട് വീടും പറമ്പുമൊക്കെ നഷ്ടപ്പെട്ട ആളുകളുടെ കാര്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത്തരം ജനകീയ പ്രശ്നങ്ങളാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് നമ്മൾ പറയുമ്പോൾ
നിങ്ങളുടെ മാനിഫെസ്റ്റോയിൽ എന്താണ് പറയുന്നത്, ഞങ്ങൾ ഇന്നതാണ് പറഞ്ഞത്, ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ ഇന്ന കാര്യങ്ങൾ വെക്കുന്നു തുടങ്ങിയുള്ള ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന തരത്തിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുപോലെ ജനകീയ പ്രശ്നങ്ങൾ. അല്ല മാഷെ, ഞാനിപ്പോ നമ്മൾ ചരിത്രത്തിൽ നോക്കിയാലും മാഷെ ഇതുപോലെയുള്ള പ്രതിഷേധങ്ങൾ ഇതിനു മുമ്പ് ഇപ്പൊ ഉമ്മൻചാണ്ടിക്ക് നേരെ ഉണ്ടായ കല്ലേറ്, അങ്ങനെ ഒരു സംഭവം നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്ക് നേരെ ഉണ്ട്. അതുപോലെ കോൺഗ്രസ് നേതാവായിരുന്ന KV തോമസിന് നേരെ ഈ SFI പ്രവർത്തകർ കരിയോയിൽ ഒഴിച്ച സംഭവം, അത് ഇതുപോലെ തന്നെ സ്റ്റേഷനിൽ പോയ സമയത്ത് അദ്ദേഹം പിന്നീട് സ്റ്റേഷൻ മാസ്റ്റർ റൂമിൽ നിന്ന് അതിനുശേഷം മണിക്കൂറുകൾക്ക് ശേഷം ഡ്രസ്സ് മാറി പോകുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്തരം പ്രതിഷേധങ്ങൾ കേരളത്തിൽ ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട്. അവിടെ ഒരു വനിതാ മന്ത്രിയെ നേരെ ഉണ്ടായ വധശ്രമം എന്ന നിലയിൽ ചരിത്രത്തിൽ ഇതുവരെ സംഭവിക്കാത്ത ഒന്ന് ഇവിടെ സംഭവിച്ചിരിക്കുന്നു എന്നാണ് CPM നേതാക്കൾ പറഞ്ഞത്. അതിനെ കാരശ്ശേരി മാഷ് എങ്ങനെ കാണും? ഈ വധശ്രമം എന്നൊക്കെ ഉള്ളത് വളരെ കൂടിയ അത്യുക്തിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഗോപികൃഷ്ണൻ കഥ പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ ഓർക്കുന്ന പഴയൊരു കാര്യം, 1970 അന്ന് ആഭ്യന്തരമന്ത്രി ആയിരുന്ന CH മുഹമ്മദ് തലശ്ശേരി ഗസ്റ്റ് ഹൗസിൽ വെച്ചിട്ട് ഗംഗാധര മാരാർ എന്നൊരാൾ ആസിഡ് ബൾബ് എറിഞ്ഞു. അവർ തമ്മിൽ വ്യക്തിവിരോധമൊന്നുമില്ല, രാഷ്ട്രീയമാണ്. അദ്ദേഹം നേരത്തെ PR ഗ്രൂപ്പിനെ നിലം തല്ലുകൊണ്ട് അടിച്ച കേസിൽ പ്രതിയായിരുന്നു. അതൊക്കെ ഈ നാട്ടിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ ഗംഗാധര മാരാർ അന്ന് പാർട്ടി മെമ്പറാണ് നിൽക്കാറില്ല, അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്നാണ് വാർത്ത വന്നത്. അപ്പോൾ അങ്ങനെ ആസിഡ് ബൾബാണ് എറിഞ്ഞത്, ആലോചിച്ച് നോക്കൂ. അപ്പോൾ അത് അദ്ദേഹത്തിന് നേരെ മുഖത്ത് കൊണ്ടില്ല, അത് ഒരു ജനലിൽ തട്ടിയിട്ട്. കാരണം ഒരു പോലീസുകാരൻ അദ്ദേഹം അപകടകാരിയാണ് എന്ന് അറിയുന്ന സംശയമുള്ള പോലീസുകാരൻ നേരത്തെ തന്നെ മുഹമ്മദ് കോയോട് പറഞ്ഞിരുന്നു അദ്ദേഹത്തെ ഒന്ന് ചെക്ക് ചെയ്യാൻ അനുവദിക്കാൻ. ഒരു നിവേദനം തരാൻ വേണ്ടി വരുന്ന ഒരാളെ ചെക്ക് ചെയ്യുന്നതൊന്നും ശരിയല്ല എന്ന് CH പറഞ്ഞിട്ടാണ് ഇയാൾ കയറി വന്നത്. അപ്പോൾ എറിഞ്ഞപ്പോൾ ജനാലയെ തട്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് വരികയാണ്, അല്ല നേരെ മുഖത്തേക്ക് വന്നില്ല. അങ്ങനെയൊക്കെ ഈ നാട്ടിലുണ്ടായിട്ടുണ്ട്. ഇപ്പം PR ഗ്രൂപ്പ് എത്ര ദിവസം ബോധം കെട്ട് കിടന്നു. ഇദ്ദേഹം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 6 മാസം തടവിൽ കിടന്ന ആളാണ് മാരാർ. അക്രമങ്ങൾ ഇവിടെ ഇല്ലാത്തത് ഇപ്പോൾ ഇവിടെ ഇന്ന് ഭരണപക്ഷത്തിരിക്കുന്നവരും പ്രതിപക്ഷത്തിരിക്കുന്നവരൊക്കെ സമയാസമയങ്ങളിൽ മാറി മാറി അക്രമങ്ങൾ കാണിച്ചിട്ടുണ്ട്. അതിനെപ്പറ്റിയല്ല, കാരണം അതൊന്നും പുതിയ കാര്യങ്ങളല്ല. പിന്നെ പ്രതിഷേധിക്കാറുണ്ട്, കരികൊടി കാണിക്കാറുണ്ട്, അതിന് എതിരായിട്ട് പ്രതിരോധിക്കാറുണ്ട്, ഇതൊക്കെയുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് വധശ്രമം എന്നൊക്കെ പറയുന്നത്, വധശ്രമത്തിന് നടക്കുന്ന ഒരാൾ ഈ ഇത്രയും പോലീസുകാരുടെ നടുവിൽ ഒരു പട്ടാപ്പകല് ഒരു റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിട്ടാണോ വധശ്രമം നടത്തുക? എനിക്ക് മനസ്സിലാവുന്നില്ല. വധിക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നും അല്ലല്ലോ. അപ്പം അന്ന് നേരത്തെ വിമാനത്തിൽ കയറിയ ചെറുപ്പക്കാരെ പറ്റി മുഖ്യമന്ത്രിക്കെതിരായിട്ട് വധശ്രമം എന്ന് പറഞ്ഞു. വധശ്രമം നടത്തുന്ന ആൾ അങ്ങനെയൊന്നുമല്ല. വധശ്രമം നടത്തുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് അനുഭവം ഉണ്ടല്ലോ. നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ കൊലപാതകം നടക്കുന്നത്, ഇപ്പോൾ രാഷ്ട്രീയ കൊലപാതകം എന്നൊരു വാക്കിന് വലിയ പ്രചാരമുള്ള ഒരു ഭാഷയാണ് മലയാളം. കൊലപാതക രാഷ്ട്രീയം എന്നുള്ളത് നമ്മുടെ സാധാരണ കാര്യമാണ്. ഇപ്പോൾ ഒരു കൊലപാതകം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണെന്ന് വിചാരിക്കുന്ന പാർട്ടിയാണ് ഇവിടുത്തെ പ്രധാന പാർട്ടികളൊക്കെ. അതുകൊണ്ടാണ് ആ വാക്കിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് വധശ്രമം എന്നൊക്കെ പറയുന്നത് വളരെ അത്യുക്തിയാണ്, അതിശയോക്തിയാണ്. പിന്നെ വധശ്രമം നടത്തുന്ന ഒരാളും പോലീസുകാരെ നടുവിലിട്ടിട്ട് അത് നടത്തുന്നു വിചാരിക്കുന്ന ഒന്നും സത്യം പറഞ്ഞാൽ ഒരു സാമാന്യ ബുദ്ധി ഇല്ലാത്ത വർത്തമാനമാണെന്ന് ഞാൻ പറയുള്ളൂ. ശരി ശ്രീ വസീഫ്, ഇവിടെ ഗോവിന്ദ മാഷിൻ്റെ ഒരു പ്രതികരണം ആദ്യം വന്നത് ഈ വനിതാ മന്ത്രിയുടെ പിടലി തിരിച്ചു എന്നതായിരുന്നു. അതായത് പിടിച്ച് തിരിച്ചു, അങ്ങനെ ഈ പ്രശ്നം ഉണ്ടായി എന്നതാണ്. പിന്നീട് നേരത്തെ ഒരു വീഡിയോ പുറത്തിറക്കി, അതിനകത്തൊരു കറുത്ത കരം അങ്ങനെ കാണുന്നു, അത് ഈ മന്ത്രിക്ക് നേരെ ഉണ്ടായ ഒരു ഫിസിക്കൽ അസോൾട്ടാണ് എന്ന രീതിയിൽ ഒരു പ്രചരണമുണ്ടായി. പിന്നീടാണ് അത് സുരക്ഷാ ഉദ്യോഗസ്ഥർ തന്നെ മന്ത്രിയെ മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ചതാണ് എന്ന് വരുന്നത്. ഈ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് തെളിവുകൾ ദൃശ്യങ്ങളായി നിൽക്കുന്നു എന്നത്. ആ ദൃശ്യങ്ങളിൽ ഒരിടത്തും KSU പ്രവർത്തകർ മന്ത്രിയെ ഏതെങ്കിലും തരത്തിൽ മന്ത്രിക്ക് നേരെ അങ്ങനെ ഒരു അതിക്രമം നടത്തുന്നതിൻ്റെ തെളിവുകൾ പുറത്തു വരുന്നില്ല. അവിടെ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാർ പറയുന്നു, നിങ്ങൾ തെളിയിക്കുന്ന ദൃശ്യങ്ങൾ തരൂ, ഞങ്ങൾ നിങ്ങൾക്ക് സമ്മാനം ഇനാം പ്രഖ്യാപിക്കുകയാണ്. ചലഞ്ച് അവർ നടത്തുകയാണ്. ഇപ്പോൾ പലതരത്തിൽ മന്തി ചലഞ്ച്, അതുപോലെ 1 പവൻ സ്വർണം എന്ന് പറഞ്ഞ് വീണ ജോർജ് ഇപ്പോൾ പറയുന്ന തരത്തിലുള്ള ഈ ആശുപത്രിവാസം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് എത്തുന്ന തരത്തിലുള്ള ഒന്നും അവർ ആ ഘട്ടത്തിൽ നേരിട്ടിട്ടില്ല എന്ന് പറയുകയാണ്. അവിടെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുന്നിൽ തെളിവുകളായി ഒന്നുമില്ല എന്ന് പറയുന്നത് നിങ്ങളെ യഥാർത്ഥത്തിൽ പ്രശ്നത്തിലാക്കുന്നില്ലേ? കേരളത്തിൽ VD സതീശനും അതേപോലെ ഇപ്പോൾ നേരത്തെ സംസാരിച്ച പോലെ കുറേ സാമാന്യ ബുദ്ധി അധികമുള്ള കുറച്ച് നിരീക്ഷകരും ഒക്കെ കുറേ ആയില്ലേ ഇങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു.
ഏതൊക്കെ അർത്ഥത്തിൽ ഇവരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു? അവരുടെയൊക്കെ ഈ പരിശ്രമങ്ങളെയൊക്കെ ഈ കേരളം മുഖവിലക്കെടുത്തോ? നേരത്തെ രമേശ് ചെന്നിത്തലയായിരുന്നു, എന്നിട്ട് ഈ കേരളം അതിനെ മുഖവിലക്കെടുത്തോ? കുറേ നിരീക്ഷകരൊക്കെ ആവുന്നത്ര പറഞ്ഞല്ലോ. ഇപ്പോൾ പറയുന്നത് കൊലപാതകത്തിന് ഒരു പ്രത്യേക രീതി ഉണ്ട് എന്നാ. ഓ, വല്ലാത്ത രീതിയാണ്. നമുക്കൊന്നും അത്ര ബുദ്ധിയില്ല, ശരി, എന്നാലും സാമാന്യ ബോധമുണ്ട് എന്നാണ് നമ്മളൊക്കെ കരുതുന്നത്. ഇവിടെ ഇപ്പോൾ ഇവർ പറഞ്ഞു വരുമ്പോൾ ഷംസീർ വിളിച്ചിട്ടാണോ ഈ KSUക്കാർ വന്നത് എന്ന് തോന്നൂലേ നമുക്ക്? KSUക്കാർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഷംസീർ സഖാവ് വിളിച്ചിട്ട് സ്പീക്കർ വിളിച്ച് വരുത്തിയതാണോ ഈ KSUക്കാരെ? നിങ്ങൾ വാ, ഒന്ന് കരിങ്കൊടി കാണിക്ക്, ഞങ്ങൾക്ക് ഒന്നിങ്ങനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണം, മന്ത്രി ഇവിടെ വന്ദേ ഭാരതിൽ കയറാൻ വരുന്നു, അങ്ങനെ പറഞ്ഞിട്ട് വന്നതാ? ഷംസീർ ഗൂഢാലോചന നടത്തിയത് അങ്ങനെയാണോ? അല്പെങ്കിലും നാണം വേണ്ടേ? പ്രായത്തിൻ്റെ വിവേകം കാണിക്കണ്ടേ ഇങ്ങനെയൊക്കെ വിളിച്ചു പറയുമ്പോൾ? ഇവരൊക്കെ നാളെ റോട്ടിലിറങ്ങി നടക്കുന്നവരല്ലേ? എല്ലായിടത്തും CCTV ആയിട്ടാണ് ഇവരൊക്കെ നടക്കുക. വെറുതെ ഓരോന്ന് പറഞ്ഞു കുടുങ്ങരുത്. എനിക്ക് അത്ര ഇവരോടൊക്കെ പറയാനുള്ളൂ. ദൃശ്യങ്ങളില്ലാത്തിടത്ത് ഇവർക്കൊന്നും അക്രമം ഏൽക്കില്ലേ? പല സ്ഥലത്തു നിന്നും ഇറങ്ങി നടക്കുന്നവരല്ലേ ഇവരൊക്കെ? ഇമാതിരി വിടുവായ്ത്വം പറഞ്ഞിട്ട് ഈ റോട്ടിലൂടെ ഇറങ്ങി നടക്കുന്ന സമയത്ത് എന്തെങ്കിലും സംഭവിച്ചാൽ നാളെ അനുശോചനം നടത്തുമ്പോൾ നമ്മൾ തന്നെ പറയും ഇദ്ദേഹം സ്വയം അങ്ങ് ഇതൊക്കെ ചെയ്തതാണ് എന്ന് ഞങ്ങൾ പറഞ്ഞ് അതിനൊരു ഇനാമും അങ്ങ് പ്രഖ്യാപിച്ചാൽ എല്ലാം ആയോ? ഇങ്ങനെയൊന്നും പോകരുത്, ഇതൊന്നും ഒരു ശരിയല്ല. പിന്നെ ഇവർ പറയുക അഴിമതികളൊക്കെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണെന്ന്. ഇന്ന് വയനാട്ടിൽ നടന്നത് എന്താ? ഈ പറയുന്ന സാംസ്കാരിക നായകൻ ഒരിക്കലെങ്കിലും ചോദിച്ചിട്ടുണ്ടോ വയനാടിന് വേണ്ടി പണം പിരിച്ച കോൺഗ്രസിന്റെ ആ പണം എത്രയാണ്, എത്ര രൂപയാണ് കോൺഗ്രസിന്റെ ആപ്പിലൂടെ കിട്ടിയത് എന്ന് സാംസ്കാരിക നായകർ ചോദിച്ചോ? ചോദിച്ചില്ലല്ലോ. ഓ, എന്തൊരു മാന്യരാ! കേരളത്തിലെ ഇടതുപക്ഷത്തെ മാത്രം നിരീക്ഷിക്കൂ, അവരെ നിരീക്ഷിക്കൂ. വയനാടിന് വേണ്ടി ആപ്പുണ്ടാക്കി കോൺഗ്രസ്, എന്നിട്ട് നാട് നീളെ പണം പിരിച്ചു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കരുതെന്ന് പറഞ്ഞു, അങ്ങനെ പറഞ്ഞ് ആക്ഷേപിച്ചു. എന്നിട്ടോ ഇപ്പൊ അവസാനം ഇവർ പറഞ്ഞു മുഖ്യമന്ത്രി സ്ഥലം വരാമെന്ന് പറഞ്ഞു, ഞങ്ങളെ പറ്റിച്ചു, ഞങ്ങൾക്ക് സ്ഥലം കിട്ടിയില്ല, അതുകൊണ്ടാ വൈകിയത്. അതിനിടയിൽ KC വേണുഗോപാൽ എന്ന് പറയുന്ന ആള് പറഞ്ഞു ഞങ്ങളെ കയ്യിൽ പണമില്ല, ഭരണമില്ലല്ലോ, അതുകൊണ്ടാണല്ലോ പറഞ്ഞില്ലേ KC വേണുഗോപാൽ. ഞാനും പറഞ്ഞോട്ടെ, നിങ്ങളല്ല വിഷയം അവരും പറഞ്ഞല്ലോ, കുറെ വിഷയം അവർ പറഞ്ഞല്ലോ. ഗോപികൃഷ്ണ അവിടെ ഇരിക്ക്, ഞാനും പറയട്ടെ. രണ്ടുപേരെയാണല്ലോ വിളിച്ചിരുത്തിയത് കോൺഗ്രസിന് വേണ്ടി. എന്നിട്ടോ ഞങ്ങളെ കയ്യിൽ പണമില്ല, അതുകൊണ്ട് ഞങ്ങൾ വീടുണ്ടാക്കാൻ അങ്ങനെ സാധിക്കില്ല. അവസാനം പോയി സ്ഥലം വാങ്ങി, എന്നിട്ട് 50 വീടിനല്ലേ ഇപ്പോ തറക്കല്ലിടുന്നത്. ആരോടാ ഇവർ പറയുന്നത്? ദുരന്തത്തിന്റെ പേരിൽ പണം വാങ്ങി മുക്കിയവരാ ഇവര്. വേറെ ഒരുത്തൻ യൂത്ത് കോൺഗ്രസ്സുകാരൻ എന്തൊക്കെ ചെയ്തു ഈ നാട്ടിൽ, അതിനൊക്കെ ഓശാന പാടിയില്ലേ ഇവര്? ഇപ്പൊ അവരതിനും പറയും ഗർഭമുണ്ടാക്കിയതിന് തെളിവില്ല എന്ന് പറയില്ലേ ഇവര്? ഈ സാംസ്കാരിക നായകൻ പറയില്ലേ ഗർഭചിത്രം നടത്തിയതിന്, കുട്ടികളെ കൊന്നതിന് തെളിവില്ല എന്ന് പറഞ്ഞ് തെരുവിൽ വരില്ലേ? വീണ്ടും മത്സരിപ്പിക്കില്ലേ? വരട്ടെ. ഒരു നാണമില്ലാതെ ന്യായീകരിക്കുക, അല്പമെങ്കിലും വകതിരിവ് വേണ്ടേ? ഒരു സ്ത്രീ, ഒരു മന്ത്രി ഇങ്ങനെ നിരന്തരമായി വേട്ടയാടപ്പെടുക ഈ സമൂഹത്തില്. ഇങ്ങനെ ട്രെയിൻ കയറാൻ പോകുന്ന സമയത്ത് ഈ 4ഉം 5ഉം KSUക്കാരെ പറഞ്ഞയച്ച് പാത്തും പതുങ്ങിയും ഇരുന്ന് എന്തിനാ അവരിങ്ങനെ വരുന്നത്? കരിങ്കൊടി കാണിക്കാൻ. ഇവര് ഗാന്ധിയുടെ ശിഷ്യന്മാരാണെന്നല്ലേ പറയുന്നത്? അതാണല്ലോ ഇവര് കതറിട്ടാണല്ലോ നാട്ടിൽ നടക്കുന്നത്. എന്ത് തോന്നിയാസു ആവാന്ന എന്നിട്ട് അതിന് ഇനാം പ്രഖ്യാപിക്കുക. അതാ ഞാനും പറഞ്ഞത്, ഞങ്ങളും അങ്ങ് ഇനാം പ്രഖ്യാപിക്കാം. CCTV ഇല്ലാത്തിടത്ത് ഈ നിരീക്ഷകരെയൊക്കെ അല്ലെങ്കിൽ ഈ വർത്തമാനം പറയുന്നവരെ വരൂ, ഞങ്ങൾ ഇനാം തരാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കോ? അവിടെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലെങ്കിൽ മന്ത്രി ട്രെയിൻ കയറി തിരുവനന്തപുരത്തേക്കോ അവരുടെ വീട്ടിലേക്കോ പോകില്ലേ? ആരാ ഈ സംഭവം ഉണ്ടാക്കിയത്? എന്തിനാ അങ്ങനെ ഒരു രംഗം വഷളാക്കിയത്? എത്ര ദിവസം ഇവരെ കരിങ്കൊടി കാണിച്ചു? ഞങ്ങൾ ആരെങ്കിലും ഇതിനെതിരെ എന്തെങ്കിലും പറഞ്ഞോ? ഞങ്ങൾ അതിനെ രാഷ്ട്രീയമായിട്ടേ നേരിട്ടിട്ടുള്ളൂ. ഉമ്മൻചാണ്ടിക്ക് കല്ലേറുണ്ടായപ്പോഴോ, ഉമ്മൻചാണ്ടിക്ക് നേരെ കല്ലേറുണ്ടായപ്പോഴോ, അന്ന് KV തോമസിനെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കരിയോയിൽ ഒഴിച്ച സംഭവങ്ങളെ, അന്ന് ഉമ്മൻചാണ്ടിയെ കല്ലെറിഞ്ഞപ്പോഴോ, KV തോമസിന് നേരെ കരിയോയിൽ ഒഴിച്ചപ്പോഴോ, പതിക്കുന്ന ദൃശ്യമുണ്ടോ? കരിയോയിൽ ഒഴിച്ചപ്പോഴോ? ഇവരെറിഞ്ഞതല്ലാന്ന് ആര് കണ്ടു? തൃശ്ശൂരിൽ
ഉണ്ടായിരുന്നു. തൃശ്ശൂരിൽ മധുവിനെയും രാജിയെയും കൊന്നതാരാ? ഉണ്ടായിരുന്നു. കോൺഗ്രസ് അല്ലേ? അന്ന് ഉമ്മൻചാണ്ടിക്ക് തൊലിക്കട്ടി ഉണ്ടോ എന്ന് പരിശോധിച്ചതാണ് പിണറായി വിജയൻ വിവരക്കേടിന്റെ പര്യായമായി ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി അധപ്പതിച്ചു പോയി. അന്ന് ഉമ്മൻചാണ്ടിക്ക് നേരെ കല്ലെറിഞ്ഞ സംഭവത്തിൽ ഉമ്മൻചാണ്ടിക്ക് നേരെ കല്ലെറിഞ്ഞ സംഭവത്തിൽ ഇതുപോലെ ഉമ്മൻചാണ്ടിക്ക് നേരെ കല്ലെറിഞ്ഞ ആരാ? ഉമ്മൻചാണ്ടിക്ക് നേരെ കല്ലെറിഞ്ഞ ആരാ? ഇങ്ങനെ വിവരക്കേട് പറയാം. ഒരു മിനിറ്റ് അല്പം നാണവും മാനവും ഉളുപ്പും ഉമ്മൻചാണ്ടിക്ക് നേരെ കല്ലെറിഞ്ഞ ആരാ? ന്യായീകരിക്കുന്നതിന് ഉമ്മൻചാണ്ടിക്ക് നേരെ കല്ലെറിഞ്ഞതാരാ? ടി പി ശ്രീനിവാസനെ അടിച്ചു വീഴ്ത്തിയതാരാ? പരസ്പരം തമ്മിൽ തല്ലുന്നവരാ. വസീഫ് ഒരു മിനിറ്റ്, ഞങ്ങൾക്ക് നേരെ വരിക. വസീഫ് ഒരു മിനിറ്റ്. ഉമ്മൻചാണ്ടിക്ക് നേരെ കല്ലെറിഞ്ഞതാരാ? ഉമ്മൻചാണ്ടിക്ക് നേരെ കല്ലെറിഞ്ഞതാരാ വസീഫ്? ടി പി ശ്രീനിവാസനെ അടിച്ചു വീഴ്ത്തിയതാരാ വസീഫ്? കെ വി തോമസിന് നേരെ കരിയോയിൽ ഒഴിച്ചതാരാ വസീഫ്? ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. എവിടെ വീണു? ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ഇവിടെ IAS കാരന്റെ ദേഹത്ത് കരിയോയിൽ ഒഴിച്ചതാരാ? IAS കാരന്റെ ദേഹത്ത് കരിയോയിൽ ഒഴിച്ചതാരാ? അല്ല, അപ്പോഴൊക്കെ നിങ്ങൾക്ക് അപ്പോഴൊക്കെ ഈ വധശ്രമം എന്നുള്ള വാക്കുണ്ടായിരുന്നില്ലേ? അപ്പോഴൊക്കെ ഈ വധശ്രമം പ്രതിപക്ഷ നേതാവായിരുന്നു ഉമ്മൻചാണ്ടിയെ കല്ലെറിഞ്ഞപ്പോൾ വധശ്രമം എന്നുള്ള വാക്കില്ലേ? അല്ല ഒരു മിനിറ്റ്. അല്ല റിജിൽ ഒരു മിനിറ്റ്. റിജിൽ ഒരു മിനിറ്റ്. നമ്മൾ മൂന്നുപേരും സംസാരിച്ചാൽ അതെ ഞാൻ പറഞ്ഞു ഒറ്റ സെക്കൻഡ് വസീഫ്, ഒരു സെക്കൻഡ്. ഞാൻ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട്, അതായത് നമ്മൾ മൂന്നുപേരും ബഹളം ഉണ്ടാക്കിയാൽ ഇത് കാണുന്ന പ്രേക്ഷകർക്ക് ഒന്നും കിട്ടില്ല. അല്ല ഒരു മിനിറ്റ് വസീഫ്, ഒറ്റ സെക്കൻഡ്. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ വസീഫ്, ഒറ്റ കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. ഞാൻ ഒരൊറ്റ കാര്യം, താങ്കൾ സംസാരിച്ചോളൂ. ഒരു മിനിറ്റ്, ഞാനൊരു കാര്യം പറയട്ടെ. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. അതായത് ഇത് നമ്മൾക്കൊക്കെ ഓരോ അഭിപ്രായങ്ങളുണ്ട് വസീഫ്. നമുക്ക് വസീഫ് ഒരു മിനിറ്റ്. നമുക്ക് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളുണ്ട്. അത് പറയാം, അത് പ്രേക്ഷകർ കാണുന്നുണ്ട്. നമ്മൾ മൂന്നുപേരും സംസാരിച്ച് ബഹളം ഉണ്ടാക്കിയാൽ ഇതൊരു ബഹളമാകും, ചർച്ചയുടെ സ്പിരിറ്റ് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമെന്നല്ലാതെ ആളുകൾക്കൊന്നും മനസ്സിലാവില്ല. അപ്പോൾ വസീഫിന് പറയാനുള്ള കാര്യങ്ങൾ പറയാം. ഞാൻ ഒറ്റ കാര്യമേ ചോദിക്കുള്ളൂ വസീഫ്. ഉമ്മൻചാണ്ടിക്ക് നേരെ കല്ലെറുണ്ടായപ്പോൾ വധശ്രമം എന്ന വാക്കുണ്ടായിരുന്നില്ലേ? കെ വി തോമസിനെ നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് SFI കരിയോയിൽ ഒഴിച്ചപ്പോൾ വധശ്രമം എന്ന വാക്കില്ലേ? ടി പി ശ്രീനിവാസന് നേരെ അതിക്രമം ഉണ്ടായപ്പോൾ വധശ്രമം എന്ന വാക്കില്ലേ? അപ്പോൾ അതൊക്കെ നിങ്ങൾ അംഗീകരിച്ച സമര പ്രതിഷേധ മുറകളാണോ? വസീഫ് പറഞ്ഞോളൂ, കേൾക്കാം. അതിനുള്ള മറുപടി റിജിൽ മാക്കുറ്റി പറയട്ടെ. പറയൂ. ഓക്കെ ഗോപികൃഷ്ണൻ, ബഹളം വെച്ചത് ആരാന്ന് കൂടി ഒന്ന് പറയണം. അല്ല ആരായ എനിക്ക് തന്ന സമയത്താണ് ഞാൻ സംസാരിച്ചത്. മറ്റു രണ്ടുപേരും സംസാരിച്ചത് ഞാൻ വളരെ ക്ഷമയോടുകൂടിയാണ് കേട്ടിരുന്നത്. നിങ്ങൾ ഇതേ പാനലിൽ നിങ്ങൾ വിളിച്ചിരുത്തുന്നത് 2 കോൺഗ്രസ്സുകാരെയാണ്. കോൺഗ്രസിന് വേണ്ടി എന്തും പറയാൻ, അതായത് ജയിച്ചില്ലെങ്കിൽ കോൺഗ്രസ് BJP ആകും, അതുകൊണ്ട് കോൺഗ്രസിനെ ജയിപ്പിക്കണമെന്ന് പോലും മടിയില്ലാതെ പറയുന്ന എൻ്റെ പ്രിയപ്പെട്ട മാഷ വരെ വിളിച്ചിരുത്തി നിങ്ങൾ ഈ സംഭവത്തിന്. അദ്ദേഹം ഇതിൻ്റെ വലിയ വിദഗ്ധനൊന്നുമല്ലല്ലോ, ഈ വധശ്രമത്തിന്റെ വിദഗ്ധനല്ലല്ലോ, ആണെന്ന് ഞാൻ കരുതുന്നില്ല. എന്നിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ അതിൽ കയറി ബഹളം വെച്ചു. അപ്പോൾ നിങ്ങൾ പറയാണ് ബഹളം. ആരാ ബഹളം ഉണ്ടാക്കിയത്? അതവിടെ ഇരിക്കട്ടെ. ഞങ്ങൾ ഓരോ അക്രമ സമരത്തെയും ന്യായീകരിക്കുന്നില്ല. ഞങ്ങൾ ഒരു കാലത്തും അതിനെ ന്യായീകരിച്ചിട്ടുമില്ല, അതിനെ തള്ളി പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഈ പറയുന്ന അക്രമങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് അങ്ങനെ ഒരു സമരത്തിലേക്ക് ഈ സമരത്തിനിടയിലേക്ക് ആ മന്ത്രി വന്നിറങ്ങുമ്പോൾ ഉണ്ടാകുന്ന അനിഷ്ടങ്ങളൊക്കെ ഉണ്ട്. അത് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അതിനോട് സാമ്യപ്പെടുത്താൻ പറ്റിയ ഒരു സന്ദർഭമാണോ ഇവിടെ ഉണ്ടായത്? ഈ പൊതുപരിപാടികളെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് ട്രെയിൻ കയറാൻ വേണ്ടി പോവുക, ആ സമയത്താണ് പതുങ്ങിയിരുന്ന് വരുന്നത്. അതിന്റെ വീഡിയോ നിങ്ങൾ കണ്ടു കാണുമല്ലോ. പതുങ്ങിയിരുന്ന് ഒളിഞ്ഞു നോക്കി ചാടി വീഴുന്നത് നിങ്ങൾ കണ്ടു കാണല്ലോ. അതിന് വീഡിയോ ഉണ്ടല്ലോ, ഇവര് തന്നെ ഇട്ടല്ലോ. എന്നിട്ട് അവിടെ മന്ത്രിയെ ഒന്നിച്ചങ്ങ് ചേർത്ത് നിർത്തുന്ന പോലീസും ബഹളവും വലിയൊരു കൂട്ടപ്പൊരിച്ചിൽ നിങ്ങളുടെ ദൃശ്യങ്ങളിൽ ഉണ്ടല്ലോ. ആ ദൃശ്യങ്ങൾക്കുള്ളിൽ ഈ മന്ത്രിക്ക് എന്തെങ്കിലും സംഭവിച്ചോ ഇല്ലേ എന്ന് ഇനി പ്രത്യേകം ക്യാമറയിൽ എടുത്ത് പറയാൻ പറ്റുമോ? അത്രയും ആൾക്കൂട്ടത്തിന്റെ നടുവിൽ ഒരു 10-30 പോലീസുകാരും ഈ പറയുന്ന പ്രതിഷേധക്കാരുടെയും നടുവിൽ ഈ വനിതാ മന്ത്രി അകപ്പെട്ടു പോയാൽ അവർക്ക് അപകടം പറ്റിയിട്ടില്ല എന്ന് ഏത് ബുദ്ധിജീവിക്ക പറയാൻ സാധിക്കുക? അതിന് ബുദ്ധിജീവി ആയതുകൊണ്ട് കാര്യമുണ്ടോ? സാംസ്കാരിക നായകനായതുകൊണ്ട് കാര്യമുണ്ടോ? ഇങ്ങനെ കോൺഗ്രസിന് വേണ്ടി വിടുപണി എടുക്കരുത്, അതൊന്നും ഒരു ശരിയല്ല. ഇവിടെ യഥാർത്ഥത്തിൽ ഇവർ പറഞ്ഞല്ലോ, ഇപ്പോ മാഷ് പറയാ, ഇന്ന് മറ്റൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഹരിയാനയിലെ മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി പത്രസമ്മേളനം നടത്തി. നിങ്ങൾക്കൊരു ചർച്ചയുമില്ല, ഈ കോൺഗ്രസ് നിരീക്ഷിച്ചിട്ടില്ല. സാക്ഷാൽ KC വേണുഗോപാല് സീറ്റ് വിറ്റു എന്നാ പറഞ്ഞത്, കോടികൾ വാങ്ങിയെന്ന്. രാജ്യത്തെ BJPക്ക് വേണ്ടി തനിക്ക് ഇഷ്ടമുള്ളവർക്ക് പണം വാങ്ങി സീറ്റ് വിൽക്കുന്നവനാണ് കേരളത്തിൽ നിന്ന് ഇവിടെ കോൺഗ്രസിനെ നിയന്ത്രിക്കുന്ന KC വേണുഗോപാൽ. അതുപോലെ അടൂർ പ്രകാശ്, ഞങ്ങൾ പറഞ്ഞതല്ല,
നിങ്ങളുടെ മഹിളാ കോൺഗ്രസിന്റെ സെക്രട്ടറിയുടെ ഭർത്താവ് പറയുന്നത്. ശരി ശരി, അല്ല നമ്മളെ ഒരു വിലയിരുത്തലും ഇല്ലല്ലോ. നമ്മളെ സാംസ്കാരിക നായകന്റെയും ഈ പറയുന്ന നിങ്ങളുടെയും ഇനി ഞാനൊരു കാര്യം, ഉമ്മൻചാണ്ടിക്ക് നേരെ കല്ലേറുണ്ടായപ്പോൾ നെഞ്ചിന് ഇത്രയും തൊലിക്കട്ടി ഉണ്ടോ എന്ന് ആരാ ചോദിച്ചത്? ഞാനൊന്ന് പറഞ്ഞോട്ടെ ഗോപികൃഷ്ണൻ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഈ പറയുന്ന കാരശ്ശേരി മാഷ് പറഞ്ഞു പലതും മറക്കാനും പലതും ചർച്ച ചെയ്യാനും ഒക്കെ ഉണ്ട് ഇവിടെ, വയനാടുണ്ട് ഇവിടെ എന്നൊക്കെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്നത്തെ സംഭവവികാസം അതുണ്ട്. ഞങ്ങൾക്കല്ല മറക്കാനുള്ളത്. ഈ വയനാടിന്റെ പേരിൽ പണം പിരിച്ച് മുക്കിയ കോൺഗ്രസിനെയാണ് ജനം വിലയിരുത്തുന്നത്. ഞങ്ങൾ അവിടെ പണം ഈ നാട്ടിൽ നിന്ന് നാട്ടിലെ ജനങ്ങളെ രണ്ട് കാര്യങ്ങൾ ചോദിക്കട്ടെ. ഉമ്മൻചാണ്ടിക്ക് നേരെ കല്ലേറുണ്ടായപ്പോൾ നെഞ്ചിന് ഇത്രയും കട്ടിയുണ്ടോ എന്ന് നോക്കിയെന്ന് ആരാ പറഞ്ഞത്? ശേഷിയില്ലാതെ ആ പണം കൊണ്ടുപോയി 5 സ്റ്റാർ ഹോട്ടലിൽ കൊടുത്തു എന്ന് ഇവരാ പറയുന്നത്. അതിനൊന്നും നിരീക്ഷിച്ചു. നിങ്ങൾ അക്രമ സംഭവങ്ങളെ തള്ളി പറയുന്നു എന്ന് പറയുന്നു വസീഫ്. ഇതിന് ശേഷം പ്രതിപക്ഷ നേതാവ് നടക്കുന്ന അദ്ദേഹത്തിന് യാത്ര പോകുന്ന വഴികളിലൂടെ തോരണങ്ങൾ വലിച്ചു കീറുക, ഫ്ലക്സ് ബോർഡുകൾ അടിച്ചു തകർക്കുക, ഇതൊക്കെ പിന്നെ എന്ത് സംഭവങ്ങളാണ്? അക്രമ സംഭവങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ നടത്തുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് നടക്കുന്ന പിന്നെന്താ? ഞങ്ങൾ അതെല്ലാം പറയുന്നു. അതെന്താ ഈ പറയുന്ന പ്രവൃത്തിയൊന്നും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ഞങ്ങളുടെ സമരമുറയല്ല. പിന്നെ ആരാ പിന്നെ ഇതൊക്കെ ചെയ്യുന്നത്? സമരം നടത്തണമെന്ന് തന്നെ വസീഫ് ചെയ്യുന്നത് എല്ലായിടത്തും അല്ല നടത്തുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഞാൻ ചോദിക്കട്ടെ, ഇവിടെ രാജ്യത്ത് ഇതിനു മുമ്പും ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ? ഇവിടെ ഞങ്ങളുടെ ഒരു പ്രിയപ്പെട്ട മന്ത്രിയെ ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ക്രൂരമായി ഇങ്ങനെ മർദ്ദിച്ചിട്ട് ഇത്രയല്ലേ നടന്നിട്ടുള്ളൂ? അല്ല വസീഫ്, അതായത് ഇവിടെ ഒരു ക്രമസമാധാന പ്രശ്നമാണെങ്കിൽ, ഇതൊരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ആണെങ്കിൽ അത് പരിശോധിക്കട്ടെ. അതിനേതാ ഈ കാണുന്ന ദൃശ്യങ്ങൾ? വസീഫ്, ഇങ്ങനെയാണോ നിങ്ങൾ അതിനെ പ്രതികരിക്കുന്നത്? ഇന്ദിരാഗാന്ധിയുടെ കാലത്തെ കോൺഗ്രസ് ഇങ്ങനെയാണോ നിങ്ങൾ അതിനോട് പകരം ചോദിക്കുന്നത്? അല്ല, മന്ത്രിക്ക് നേരെ ഉണ്ടായ പ്രതിഷേധത്തിന് പകരം ചോദിക്കുന്നതാണോ ഈ കാണുന്നത്? ബോർഡ് പൊളിഞ്ഞത് അങ്ങോട്ടും ഇങ്ങോട്ടും പൊളിയുന്നുണ്ട്. ബോർഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മന്ത്രിക്ക് എന്താ പറ്റിയത്? രണ്ടുപേരുടെയും മന്ത്രിക്ക് പറ്റിയത് പ്രിയപ്പെട്ട മന്ത്രിക്ക് എന്ത് പറ്റി? അക്രമം നടക്കുന്നുണ്ട്. കാരശ്ശേരി മാഷെ ഒരു മറുപടി പറഞ്ഞിട്ട്, മാഷിന് അത്യാവശ്യമുണ്ടെന്ന് പറഞ്ഞല്ലോ, മാഷ് ആ മറുപടി പറഞ്ഞിട്ട് മാഷിന് ഇറങ്ങാം. ഉപേഷൻ, നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി ആക്രമിക്കപ്പെട്ടോ ഇല്ലേ എന്നുള്ളൊരു കാര്യമാണ്. മറ്റ് രാഷ്ട്രീയ കാര്യങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നതിന് ഒരു കഥയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതിപ്പോൾ എല്ലാ പക്ഷത്തും പല കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പോൾ ഗോപികൃഷ്ണൻ ഉമ്മൻചാണ്ടിയുടെ കാര്യം പറഞ്ഞു, KB തോമസ് മാഷ്ട കാര്യം പറഞ്ഞു, ഞാൻ CH മുഹമ്മദയുടെ കാര്യം പറഞ്ഞു. അപ്പോൾ ഇത് നമ്മുടെ പാരമ്പര്യത്തിൽ ഇങ്ങനെ ഉണ്ട്. അപ്പോൾ ഇതിലിപ്പോഴുള്ളൊരു കാര്യം, ഒരു ആരോപണം വന്നാൽ നമ്മൾ ഉടനെ ചോദിക്കുന്ന ഒരു സംഗതി തെളിവാണ്. ഇതിപ്പോൾ അക്രമ സംഭവം പോലീസിൻ്റെ സാന്നിധ്യത്തിൽ നടന്നു. അപ്പോൾ അവിടെ റെയിൽവേ പോലീസ് ഉണ്ട്, ഇവരുടെ സുരക്ഷയ്ക്കുള്ള പോലീസുണ്ട്. അപ്പോൾ അവരുടെ കയ്യിൽ എന്ത് തെളിവുണ്ട് എന്ന് ചോദിക്കുന്നത് സാമാന്യ ബുദ്ധി മാത്രമാണ്. ആരോപണം ഉന്നയിക്കുമ്പോൾ കേൾക്കുന്നവർ മുഴുവൻ അത് 100% സത്യമാണ് എന്ന് അംഗീകരിച്ചോളണം എന്ന് പറയുന്നതിൽ എന്താ ന്യായമുള്ളത്? ഇപ്പോൾ വധശ്രമം എന്നുള്ളത് എത്ര വലിയൊരു വാക്കാണ്. എനിക്കതൊന്നും എൻ്റെ സാമാന്യ യുക്തിക്ക് ചേരാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഒരു തെളിവ് വേണം എന്ന് പറയുമ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട തെളിവ് ദൃശ്യങ്ങളാണ്, വേറൊരു തെളിവ് ദൃക്സാക്ഷികളാണ്, വേറൊന്ന് തെളിവ് സാഹചര്യമാണ്. അങ്ങനെയൊക്കെ വെച്ചിട്ട് ഒരു വധശ്രമം എന്നൊക്കെ പറയുന്നത് വളരെ കൂടിയ വാക്കാണ് എന്നുള്ള എൻ്റെ നിലപാട് ഞാൻ ആവർത്തിക്കുന്നു. എൻ്റെ സാമാന്യ യുക്തിക്ക് അത് ചേരുന്നില്ല. കാരണം പട്ടാപ്പകൽ പോലീസിൻ്റെ വലയത്തിലിരിക്കുന്ന ഒരു മന്ത്രിയെ കരിങ്കൊടിയായിട്ട് വരുന്ന ചെറുപ്പക്കാർ കൊല്ലാൻ വരികയാണ് എന്ന് പറയുമ്പോൾ എപ്പോഴും പറയുന്നൊരു വാക്കാത്. ഞാൻ പറഞ്ഞില്ലേ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കെതിരായിട്ട് ഇതുപോലെ കരിങ്കൊടി കാണിക്കാൻ വന്നപ്പോൾ വധശ്രമത്തിനാണ് കേസെടുക്കുന്നത്. അങ്ങനെ എടുക്കാം, പക്ഷേ അതൊന്നും ഒരിക്കലും കോടതിയിൽ തെളിയുകയോ ശിക്ഷിക്കപ്പെടുകയോ ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം കൂടി നമ്മൾ ഈ സമയത്ത് ഓർമ്മിക്കുന്നത് നല്ലതാണ് എന്നുകൂടി ഞാൻ പറയുന്നു. ശരി, ശ്രീ റിജിൽ മാക്കുറ്റി, ഇവിടെ ഈ മന്ത്രിക്ക് നേരെ ഒരു അതിക്രമ ശ്രമം ഉണ്ടായി. KSU പ്രവർത്തകർ വന്ന് അവിടെ പ്രതിഷേധം അറിയിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായത്. മറ്റിടങ്ങളിലൊക്കെ പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞാണ് മന്ത്രി യാത്ര ചെയ്യാൻ ഒരുങ്ങുന്നത്. ഇതൊരു പൊതുപരിപാടിയുടെ ഭാഗമായി എത്തിയതല്ല, യാത്രയ്ക്ക് വേണ്ടി വന്ന സമയത്താണ് ഈ പ്രതിഷേധം ഉണ്ടാകുന്നത്. ഇതിൽ മന്ത്രി പറയുകയാണ് എനിക്ക് നേരെ ഒരു അസോൾട്ട് ഉണ്ടായി എന്ന് പറഞ്ഞാൽ പിന്നെ അതിൽ അന്വേഷണവുമായി മുന്നോട്ട് പോവുകയല്ലാതെ അതിൽ പിന്നെ വേറെ എന്താ വേണ്ടത്?
ഞാൻ ശ്രീ ഗോപികൃഷ്ണൻ, ഇപ്പോൾ അത്തരത്തിൽ അക്രമം നടന്നെങ്കിൽ അത് പരിശോധിക്കേണ്ടത് പോലീസാണ്. ഈ അക്രമം നടന്നപ്പോൾ തന്നെ DGP പറഞ്ഞു എന്താണ് വധശ്രമത്തിന് കേസെടുക്കുമെന്ന് പറഞ്ഞു. ഒരു DGP ഒരുമായി ബന്ധപ്പെട്ട വിഷയം പരിശോധിക്കുന്നിടയിൽ തന്നെ വധശ്രമത്തിൽ കേസെടുക്കുമെന്ന് അദ്ദേഹം പുറത്തു പറയുകയാണ്. അതിന് ശേഷമാണ് ഇവർ FIR പറയുന്നത് 1 മുതൽ 5 കൂടിയ KSU പ്രവർത്തകർ ആയ പ്രതികൾ റെയിൽവേ സ്റ്റേഷനിൽ അതിക്രമിച്ച് കയറി കരിങ്കോട് കാണിച്ച് മന്ത്രിക്കെതിരെ മുദ്രാവാക്യം വിളിച്ച്. ശരിയാണ്, കൊല്ലടാ. ആ കൊല്ലടാ എന്ന് പറയുന്ന വാക്ക് നിങ്ങളുടെ മീഡിയ ഉൾപ്പെടെ ഉണ്ടല്ലോ, അവിടെ കേട്ടിട്ടുണ്ടോ? അങ്ങനെ അവരാരും വിളിച്ചിട്ടുണ്ടോ? മുദ്രാവാക്യം വിളിച്ചു, സത്യമാണ്. കൊല്ലടാ എന്ന് വിളിച്ചിട്ടുണ്ടോ? ഇല്ല. അങ്ങനെയുള്ള ഒരു ഫേക്കായിട്ടുള്ള FIR ഇട്ട് ഒരു മന്ത്രിയെ ഈ പാർട്ടിയെ സന്തോഷിപ്പിക്കാൻ പോലീസ് കാണിച്ച ഒരു കാര്യമാണ്. അത് കാണിച്ചോട്ടെ. പിന്നെ പോലീസ് എന്ന് പറയുന്നത് പിണറായി വിജയൻ്റെ വൃത്യന്മാരായി ജോലി ചെയ്യുന്നിടത്തോളം കാലം അതിനെ നീതി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ഈ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഉണ്ട് എന്ന സംഭവം എന്നുള്ളത് അത് ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ഈ നേരത്തെ ഇവിടെ DYFIയുടെ നേതാവ് പറയുന്നത് കേട്ട പല കാര്യങ്ങളും നിങ്ങൾക്ക് തന്നെയാണ് കക്കുക, മുക്കുക, നക്കുക എന്ന് പറയും നിങ്ങളുടെ നിലപാടാണ്. അയ്യപ്പൻ്റെ സ്വർണം കട്ട് മുക്കി നക്കി തിന്നവരല്ലോ നിങ്ങൾ. നാണമുണ്ടോ? എന്നിട്ട് ആഗോള അയ്യപ്പ സംഘം ആരോഗ്യമന്ത്രിയുടെ വിഷയത്തിലേക്ക് വരാം. ഞാൻ പറഞ്ഞു വന്നത് അതുകൊണ്ട് അമ്മാതിരി വർത്താനം എന്ന് പറയണ്ട. പറഞ്ഞല്ലോ, വ്യക്തിപരമായി ആക്ഷേപിച്ചല്ലോ, ഞങ്ങളെ ആക്ഷേപിച്ചല്ലോ. നിങ്ങളല്ലേ വയനാടിന്റെ പേരിൽ ഫണ്ട് കൊണ്ടുവന്നത് ആരാ? അങ്ങനെ പിണറായി വിജയന്റെ കൂടെ ഫോട്ടോത്തിന് ആളുണ്ട്. അതുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളാണ് കള്ളന്മാർ. നോണയുടെ കൊട്ടാരം കെട്ടി അതിനകത്ത് അഭിനയിക്കുന്ന തസ്കര വീരന്മാരെന്ന് പറയുന്നത് നിങ്ങൾ CPM-കാരാണ്. ആ കളവാണ് നിങ്ങൾ പ്രചരിപ്പിക്കുന്നത്. നിങ്ങൾക്കാണ് ആളെ കൊല്ലാൻ കൊട്ടേഷൻ എടുക്കുന്നത്. 51, 41 വെട്ടി ആളെ കൊല്ലാൻ കൊട്ടേഷൻ എടുക്കുന്നത്. നിങ്ങൾ പോയാൽ ഇതിങ്ങനെ നീണ്ടുപോയിക്കൊണ്ടേയിരിക്കും ഈ ചർച്ച. രണ്ടുപേരും വിഷയത്തിൽ നിന്ന് തെന്നി മാറുക, വിഷയത്തിൽ നിന്ന് സംസാരിക്കുക. വസീഫ്, ഏതായാലും വനിതാ മന്ത്രിക്കെതിരായ വധശ്രമ കേസ് എന്ന നിലയിൽ ഇതൊക്കെ അന്വേഷണങ്ങളൊക്കെ പോകുമ്പോഴും കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുന്നിൽ വീണയ്ക്ക് യഥാർത്ഥത്തിൽ പരിക്ക് പറ്റിയെന്നും ഇത് അഭിനയമായിരുന്നില്ല എന്നും ബോധ്യപ്പെടുത്തേണ്ടുന്ന ഒരു ഉത്തരവാദിത്വം അധികമായി ഇപ്പോൾ നിങ്ങൾക്ക് മുന്നിലുണ്ടല്ലോ, അല്ലേ? നിങ്ങളിപ്പോൾ എന്താ പറയുന്നത്? മെഡിക്കൽ റിപ്പോർട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നു. ഒരു സ്ത്രീ മന്ത്രിയായി പോയി എന്നുള്ളത് കൊണ്ട് അവർക്ക് ഉള്ള പരിക്കിനെ പറ്റി പറയാൻ പറ്റില്ല. അങ്ങനെ അവർക്ക് കിട്ടിയ ആ അക്രമത്തിന്റെ വിഷ്വൽസ് കിട്ടിയാൽ മാത്രമേ അവർക്ക് അക്രമം ഏറ്റിട്ടുള്ളൂ, പരിക്കുള്ളൂ, ഞങ്ങൾ അതുകൊണ്ടേ വിശ്വസിക്കൂ എന്നൊക്കെ പറയുന്നത് എന്തൊരു ബാലിശമാണ്. ഞാൻ ആവർത്തിച്ച് പറയുന്നത് നിങ്ങൾ എങ്ങനെ ഈ തരത്തിൽ വിവരക്കേട് പറയുന്ന ആൾ ആരാന്ന് അറിയാലോ. അല്ല, വിവരക്കേടും പറയുന്ന ആള് നിങ്ങളുടെ സതീശനാണ്. നുണയൻ എന്ന പേര് ഇന്ന് കേരളത്തിലുടനീളം ഞാനിപ്പോ വരുന്നത് നുണ പറയൽ മത്സരം നടത്തിയിട്ട് വരിക. കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ നുണകൾ 2 മിനിറ്റ് കൊണ്ട് ഒരു കുട്ടി 2 മിനിറ്റ് കൊണ്ട് 16 നുണയാണ് ഇപ്പോ ഈ പുതിയ സ്റ്റാൻഡിൽ, കോഴിക്കോട് പുതിയ സ്റ്റാൻഡിൽ മത്സരത്തിൽ പറഞ്ഞത്. അങ്ങനെ നുണ പറയുന്ന ആള് കേരളത്തിലെ പ്രതിപക്ഷ നേതാവാണ്. ആ പ്രതിപക്ഷ നേതാവിന് ചിന്താവാദം. ശരി. ഏതായാലും കേസ് ഏതായാലും അത് തെളിയിക്കാൻ മുഖ്യമായി വേണ്ടത് തെളിവുകളാണ്. ആ തെളിവുകൾ കേരളത്തിന്റെ പൊതു മനസാക്ഷിക്ക് മുന്നിൽ, പൊതുസമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കേണ്ട സാഹചര്യം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്. മന്ത്രി വീണ ജോർജ് യഥാർത്ഥത്തിൽ അതിക്രമങ്ങൾ നേരിട്ടോ അതല്ല ഈ പരിക്കുണ്ട് എന്നത് അവരുടെ ഒരു അഭിനയം എന്ന പ്രതിപക്ഷത്തിന്റെ ആക്ഷേപങ്ങൾ ആണോ ശക്തിപ്പെടാൻ പോകുന്നത്? നമുക്ക് നോക്കാം. വരും ദിവസങ്ങളിൽ റെയിൽവേ നടത്തിയിട്ടുള്ള പരിശോധനകളിൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന CCTV ദൃശ്യങ്ങളിൽ ഈ കാര്യങ്ങളൊന്നും വ്യക്തമാകുന്നില്ല. പക്ഷേ എല്ലാം ദൃശ്യങ്ങളിലൂടെ വേണമെന്ന് ശാഠ്യം പിടിക്കാൻ കഴിയുമോ എന്ന് വസീഫ് ഈ ചർച്ചയിൽ ചോദിച്ചിട്ടുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിൽ ഇത് എന്ത് സംഭവിക്കും നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. എൻകൗണ്ടറോടെ പൂർത്തിയാകുന്നു. മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം. നമസ്കാരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.